പിഗ്സ് ആണ് ഒരു പരിധിവരെ ഇൻഫെക്ഷന് കാരണമായത്. ഇല്ലീഗൽ ഇമ്പോർട്ട് ഓഫ് പിഗ്സ്. മിസോറാമും 4 ജില്ലകളും ഈ ആഫ്രിക്കൻ സ്വൈൻ ഫ്ലൂവിന്റെ ഫീവറിന്റെ എപ്പിക് സെന്റേഴ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഫാറ്റൽ ആനിമൽ ഡിസീസാണ്. ആഫ്രിക്ക 1920s ഇതിനൊരു ക്യൂറും ഇല്ല. മോർട്ടാലിറ്റി 100% ആണ്. മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ എന്താ? മരണനിരക്ക്. വരുന്ന ആളുകളുടെ മരണനിരക്ക് ഓൾമോസ്റ്റ് 100% ആണ്. ഈ ആഫ്രിക്കൻ സ്വൈൻ ഫ്ലൂവിന് ഇപ്പോൾ ഒരു അപ്രൂവ്ഡ് വാക്സിനും ഇല്ല. ഇക്കാര്യം മനസ്സിലാക്കും. അതുപോലെ അടുത്തൊരു ടോപ്പിക്ക് പ്രധാനപ്പെട്ടതാണ് മിനിമം സപ്പോർട്ട് പ്രൈസ്, MSP. MSP എന്ന് വെച്ചാൽ എന്താ? മലയാളത്തിൽ താങ്ങൂല എന്ന് പറയും. താങ്ങൂല എന്ന് വെച്ചാൽ ഗവൺമെന്റ് മിനിമം ആ പ്രൈസിന് ആ പർട്ടിക്കുലർ ഐറ്റം വിലക്കെടുക്കും. ആ പ്രൈസിനെയാണ് നമ്മൾ താങ്ങുവില എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ നെല്ല് 1 കിൻഡല് 1000 രൂപ. അപ്പൊ മിനിമം 1000 രൂപയെങ്കിലും ഗവൺമെന്റ് കർഷകർക്ക് കൊടുത്തിരിക്കും. ഇതുകൊണ്ട് എന്താ ഗുണം? എന്താ കർഷകനുള്ള ഗുണം? എന്താണ് കർഷകനുള്ള ഗുണം? അവന്റെ ഉൽപാദന ചെലവ് കഴിഞ്ഞ് കുറഞ്ഞത് 50% അവന് ലാഭം കിട്ടിയിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് എത്ര പ്രൊഡക്ട്സിന് താങ്ങുവിലയുണ്ട്, MSP ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് MSP എന്ന് മനസ്സിലാക്കുക. MSP is the rate at which the government purchases crops from farmers and is based on calculation of at least 1.5 times the cost of production incurred by the farmers. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എത്രയാണോ കോസ്റ്റ് അതിന്റെ 1.5 ഇരട്ടി അവർക്ക് കിട്ടും. അതായത് മിനിമം 50% അവർക്ക് ലാഭം കിട്ടും. 100 രൂപ ഒരു പ്രൊഡക്റ്റിനായെങ്കിൽ ഉൽപാദന ചെലവ് എല്ലാം കൂടെ ആവുന്നുണ്ടെങ്കിൽ 150 രൂപ അവർക്ക് മിനിമം കിട്ടും. 50 രൂപ ലാഭമാണ്. MSP ലെവൽസ് 2018-19 ബജറ്റിലാണ് 1.5% ഓഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് ഡിക്ലെയർ ചെയ്തത്. MSP ട്വൈസ് എ ഇയർ ഫിക്സ് ചെയ്യും. കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ഇവരാണിത് നിശ്ചയിക്കുന്നത്. എത്ര കൊമോഡിറ്റീസിന് ഇപ്പോൾ MSP ലഭ്യമാണ്, അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങൾക്ക് MSP ലഭ്യമാണ് എന്നുള്ളത് ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നേരത്തെ ഈ വർഷത്തെ പ്രിലിമിന്റെ ട്രാക്കറിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എങ്കിൽ പോലും നിങ്ങളൊന്ന് ഒരു അസൈൻമെന്റ് ആയിട്ട് ചെയ്യുക. MSP എത്ര പ്രൊഡക്ട്സിനുണ്ട്, മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ താങ്ങുവില, ഇതെന്തിനാ ഇങ്ങനെ ഏർപ്പെടുത്തുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഈ കോവിഡ് വന്നപ്പോ ഇവിടെ വഴിയിലൊക്കെ കാണാം കപ്പയൊക്കെ 25 രൂപ കിലോയ്ക്ക് കിട്ടിയിരുന്ന ആളുകൾ 8 രൂപയ്ക്കും 5 രൂപയ്ക്കും ഒക്കെ വിൽക്കുന്ന കാഴ്ചയുണ്ട് അല്ലെ. തക്കാളി 2 രൂപയ്ക്കൊക്കെ വിൽക്കേണ്ടി വന്നു. ഇത് ലാഭമാണോ കർഷകർക്ക്? ലാഭമെന്ന് മാത്രമല്ല അവർക്ക് നഷ്ടമാണ്. അവർ ഇത്രയും പൈസ മുടക്കിയിട്ട് അവർക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പൊ അതിന് മാറ്റം ഉണ്ടാവാൻ വേണ്ടിയാണ് MSP ഈടാക്കുന്നത്. ഇതൊക്കെ ഇനി നിങ്ങൾ പത്രം വായിക്കുമ്പോൾ സ്ഥിരം കാണാൻ പോകുന്ന ഒരു ടേമാണ് MSP. പത്രം വായിക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. മിനിമം സപ്പോർട്ട് പ്രൈസ്, മലയാളത്തിൽ താങ്ങുവില എന്ന് പറയും. ചെന്നൈ കന്യാകുമാരി ഇൻഡസ്ട്രിയൽ കോറിഡോർ വരികയാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി ഒരു 484 മില്യൺ ലോൺ ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. ചെന്നൈ കന്യാകുമാരി ഇൻഡസ്ട്രിയൽ കോറിഡോർ തമിഴ്നാട്ടിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ഈസ്റ്റ് കോസ്റ്റ് എക്കണോമിക് കോറിഡോറിന്റെ ഭാഗമാണ്. അത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് തമിഴ്നാട് വരെയാണിത് നീണ്ട് കിടക്കുന്നത്. ഈസ്റ്റ് കോസ്റ്റ് കോറിഡോർ എങ്ങനെയാണ്, എക്കണോമിക് കോറിഡോർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ? ഇതൊരു കോറിഡോർ, ഒരു ഇടനാഴിയാണ് കൺസിസ്റ്റിംഗ് ഓഫ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് സർവീസസ് ദാറ്റ് വുഡ് പാസ് ത്രൂ ദ സ്റ്റേറ്റ്സ് ആസ് മെയിൻ ആർട്ടറീസ്. പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് ഉണ്ടാവും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? പെട്ടെന്ന് സാധനങ്ങൾ അയക്കാനും സ്വീകരിക്കാനും നമുക്ക് സാധിക്കും, ലീഡിങ് ടു ഓവറോൾ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. അപ്പൊ ഏതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എക്കണോമിക് കോറിഡോറുകൾ? എക്കണോമിക് കോറിഡോറിന്റെ ഉദ്ദേശം ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മലയാളം എന്താണ്? അടിസ്ഥാന സൗകര്യ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് സാധിക്കുക. ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഉണ്ട്. ചെന്നൈ ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഉണ്ട്. എക്സ്റ്റൻഷൻ ഓഫ് CBIC ടു കൊച്ചി വയ കോയമ്പത്തൂർ ഉണ്ട്. അമൃത്സർ കൊൽക്കത്ത ഇൻഡസ്ട്രിയൽ കോറിഡോർ ഉണ്ട്. ഹൈദരാബാദ് നാഗ്പൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഉണ്ട്. ഹൈദരാബാദ് വാറങ്കൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഉണ്ട്. ഹൈദരാബാദ് ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഉണ്ട്. ബാംഗ്ലൂർ മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഉണ്ട്. ഈസ്റ്റ് കോസ്റ്റ് എക്കണോമിക് കോറിഡോർ ഉണ്ട്. ഇത്രയും ഒറീസ എക്കണോമിക് കോറിഡോർ ഉണ്ട്. ഡൽഹി നാഗ്പൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഉണ്ട്. നാഷണൽ
ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റ് ആണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഏജൻസി എന്നുള്ളതും മനസ്സിലാക്കുക. വ്യവസായം പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു. ഇപ്പൊ കേരളത്തില് ഞാൻ ഈയിടെ കഴിഞ്ഞ ദിവസം അൽഫോൻസ് കണ്ണന്താനം സാറിന്റെ ഒരു പരിപാടി പങ്കെടുത്തു. അൽഫോൻസ് കണ്ണന്താനം സാറ് നമ്മുടെ അക്കാഡമിയിലെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വന്നിരുന്നു. അതിന് ഒരാഴ്ച മുമ്പാണ് സാറ് തന്നെ ഉദ്ഘാടനം ചെയ്ത മറ്റൊരു പരിപാടി. ആ പരിപാടിയിൽ ഒരു ഇന്ത്യൻ നേവിയിലെ ഉയർന്ന സ്ഥാനത്തുള്ള ഒരു മഹത് വ്യക്തിത്വമൊക്കെ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു വലിയൊരു കാര്യം, നമ്മൾ പലപ്പോഴും വാട്ടർവേസ് യൂസ് ചെയ്യും. അപ്പൊ ഹൈ സ്പീഡ് ബോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ വളരെ വേഗത്തിൽ തന്നെ പാരലി നമുക്ക് ട്രാഫിക് ഒന്നും ഇല്ലാതെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റിന് അത് സഹായിക്കും. വാട്ടർവേസ് ഡെവലപ്പ് ചെയ്യാം. ഇപ്പൊ ഇൻഡസ്ട്രിയൽ കോറിഡോറിൽ ഇതെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പൊ ചില കുട്ടികൾ പഠിക്കുന്ന എന്താണെന്നറിയോ, ചില കുട്ടികൾ പഠിക്കുന്ന ആകപ്പാടെ ഫാക്ട്സ് പഠിച്ചു. നെവർ എവർ ഡു ദാറ്റ്. ഞാൻ മെയിൻ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള അനലിറ്റിക്കൽ വ്യൂസും പറഞ്ഞു പോകും, ഫാക്ട്സും പറഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യേണ്ടത് മെയിൻ രീതിയിലാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്, മെച്ചം എന്താണ്, വാട്ട്, വൈ, വെൻ, ഹൗ. സോ വാട്ട് ആർ ദ സോഷ്യൽ ഇംപ്ലിക്കേഷൻസ്, ഈ പ്രൊജക്ട് വന്നു, എക്കണോമിക് ഇംപ്ലിക്കേഷൻ, അതുപോലെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണ്. നിങ്ങളിത് തിങ്ക് ചെയ്യണം. നിങ്ങൾ അങ്ങനെ ചിന്താശക്തി ഉള്ളവരായിട്ട് മാറുക എന്നുള്ളതാണ് സിവിൽ സർവീസിലെ ട്രാൻസ്ഫോർമേഷൻ. അപ്പോഴാണ് നിങ്ങളുടെ ആൻസേഴ്സ് മെച്ചപ്പെട്ടതായിട്ട് മാറുന്നത്. അടുത്ത ഇൻലാൻഡ് വെസൽ ബിൽ. ബില്ല് എന്താണ്? ഒരു പാർലമെന്റ് ഒരു ബില്ല് വരും, ബില്ല് ആദ്യം കൊണ്ടുവരും. ബില്ല് എപ്പോഴാണ് ഒരു ആക്ട് ആയി മാറുന്നത്? ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകൾ, പാർലമെന്റിന് രണ്ട് സഭകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം, ലോക്സഭയും രാജ്യസഭയും. ലോക്സഭ അധോസഭയാണ്, രാജ്യസഭ ഉപരിസഭയാണ്. അപ്പൊ ഈ പാർലമെന്റില് അധോസഭയിലും ഉപരിസഭയിലും മജോറിറ്റി എംപിമാര് അവര് ഒരു ആക്ട് ബില്ല് അവർ വോട്ട് ചെയ്ത് പാസ്സാക്കിയെങ്കിൽ മാത്രമേ ആക്റ്റായി മാറത്തുള്ളൂ. അപ്പൊ പുതിയ ബില്ല് കൊണ്ടുവന്നത് എന്തിനാണ്? അത് 1917 ഇൻലാൻഡ് വെസൽസ് ആക്ടിനെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ വർഷം വന്നിട്ടുള്ള ബില്ലുകൾ ആക്റ്റായി മാറിയിട്ടുള്ളതെല്ലാം ഈ പ്രിലിമിന് പ്രധാനപ്പെട്ടതാണ്. PRS.org എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക, PRS.org. ആ വെബ്സൈറ്റിൽ ഒരു വർഷത്തെ എല്ലാ ആക്ടുകളെ കുറിച്ചും പറയുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് ഈ ബില്ലുകളും ആക്ടുകളും ഒക്കെ പഠിക്കാൻ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. നിങ്ങൾ അത് നോക്കി പോകുക, പാരലി സമയം കിട്ടും. നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു 360 ഡിഗ്രി പ്രിപ്പറേഷൻ ആയിരിക്കണം. നെറ്റ് യൂസ് ചെയ്യണം, വെബ്സൈറ്റുകൾ നോക്കണം, ബുക്സ് നോക്കണം. ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് വേണം നമ്മൾ കൃത്യമായിട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ബില്ലിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യ മുഴുവൻ ഒരു യൂണിഫൈഡ് ലോ വരുവാണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ വരും. കാരണം ഇനി ഇതൊക്കെ ചെയ്യുന്ന കൺട്രോൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ 9/11 അറ്റാക്സിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ തീര പ്രദേശങ്ങളാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാക്കാൻ. തീരപ്രദേശം. അപ്പൊ ഈ ചില നിയമങ്ങളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരുന്നതിനുള്ള കാരണം അതാണ്. തീര പ്രദേശങ്ങളിലൂടെ ആര് കടന്നു വരും? തീവ്രവാദികൾ നുഴഞ്ഞു കയറും, അല്ലെ? ഇതൊരു വലിയൊരു പ്രശ്നമല്ലേ, നമ്മുടെ മുമ്പിലുള്ള വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനെ നേരിടുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള അപ്പോ ഈ ഇൻലാൻഡ് വെസൽ ബില്ല് അതെന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ വേണം, അതുപോലെ സെൻട്രൽ ഡാറ്റാബേസ് ഉണ്ടാകും. കാര്യം ഈ വെസൽസിലൂടെയൊക്കെ പല തീവ്രവാദ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടോ? മെക്കാനിക്കലി പ്രൊപ്പൽഡ് വെസൽസ് എല്ലാം തന്നെ മാൻഡേറ്ററിലി രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഒരു പരിധി വരെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പോകും. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് 14,500 കിലോമീറ്റർ നാവിഗബിൾ വാട്ടർവേസ് നമുക്കുണ്ട്. അപ്പോ ഇന്ത്യയിലെ നാഷണൽ വാട്ടർവേസ്, അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിൽ നിന്ന് നാഷണൽ വാട്ടർവേയിലുള്ളത് ഏതാണ്? കൊല്ലം കോട്ടപ്പുറം നാഷണൽ വാട്ടർവേ ഉണ്ട്. നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് പോലെ പാരലി ഉള്ള നാഷണൽ വാട്ടർവേസ് ഉണ്ട്. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ വാട്ടർവേസ് ഏതൊക്കെയാണ്? ഒരു അസൈൻമെന്റ് ആയിട്ട് ചെയ്തു.
UPSC പല വട്ടങ്ങളിൽ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്, ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. നാഷണൽ വാട്ടർവേസ്, നമുക്ക് കേരളത്തിൽ നിന്നുള്ളത് കൊല്ലം കോട്ടപ്പുറം നാഷണൽ വാട്ടർവേ. കുറച്ചെണ്ണേ ഉള്ളൂ, പെട്ടെന്ന് പഠിക്കാം. 109ാമത്തെ ടോപ്പിക്, ചൈനീസ് ആർട്ടിഫിഷ്യൽ സൺ എക്സ്പെരിമെന്റൽ ഫ്യൂഷൻ റിയാക്ടർ സെറ്റ്സ് ന്യൂ വേൾഡ് റെക്കോർഡ്. ഒരു ആർട്ടിഫിഷ്യൽ സണ്ണിനെ ഉണ്ടാക്കുക ചൈന. അത് പ്ലാസ്മ ടെമ്പറേച്ചർ ഓഫ് 216 million Fahrenheit for 101 seconds. Why this is significant? It is believed that temperature at the core of the sun is 15 million Celsius, which also means the temperature produced by yeast, experimental advanced superconducting Tokmak yeast, is nearly 7 times that of the sun. സണ്ണിന്റെ ഹീറ്റിനേക്കാൾ ഏതാണ്ട് 7 ഇരട്ടിയാണ് ഇവരുടെ ഈ എക്സ്പെരിമെന്റലിൽ അവരുണ്ടാക്കിയത്. ക്ലീൻ ആൻഡ് ലിമിറ്റ്ലെസ് എനർജി, അതാണ് ഇവർ നോക്കുന്നത്, വിത്ത് മിനിമൽ വേസ്റ്റ് പ്രൊഡക്ട്സ്. എന്നിട്ട് ആർട്ടിഫിഷ്യൽ സണ്ണിന് എന്തുണ്ടാക്കും? ക്ലീൻ എനർജി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് ഇവർ നോക്കുന്നത്. അതുപോലെ ഈസ്റ്റ് പ്രൊജക്ട് ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ ഫെസിലിറ്റിയുടെ ഭാഗമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്യൂഷൻ റിയാക്ടറാണ്. 2035 അത് ഓപ്പറേഷനിലാവും. ITER പ്രൊജക്റ്റില് പല കൺട്രിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇന്ത്യ ഉണ്ട്, സൗത്ത് കൊറിയ ഉണ്ട്, ജപ്പാൻ ഉണ്ട്, റഷ്യ ഉണ്ട്, US. ഇതെന്താ ചെയ്യുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്സിനെ റെപ്ലിക്കേറ്റ് ചെയ്യും. ഹീറ്റും പ്രഷറും ഹൈഡ്രജൻ ആറ്റംസിൽ അപ്ലൈ ചെയ്യപ്പെടും. Why is fusion better than fission? Fission is an easier process to carry out. It generates far more nuclear waste. Once mastered, nuclear fusion could potentially provide unlimited clean energy and very low cost. ചൈന മാത്രമല്ല ഹൈ പ്ലാസ്മ ടെമ്പറേച്ചേഴ്സിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സൗത്ത് കൊറിയയുടെ ഉണ്ട്. അവരുടെ K-STAR റിയാക്ടറും ഉദാഹരണമാണ്. ഇന്ത്യ ഒരു ഡീപ് സീ മിഷനിലേക്ക് വരും, പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഈ ഡീപ് ഓഷ്യൻ മിഷൻ? ഇത് മെയിൻ പോയിന്റ് ഓഫ് വ്യൂവിലും ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. മിഷൻ proposes to explore deep ocean similar to the space exploration started by ISRO about 35 years ago. നമുക്കറിയാം ഇന്ന് സ്പേസ് രംഗത്ത് ഇന്ത്യ ഒരു ഗ്ലോബൽ ലീഡറാണ്. അപ്പൊ ഈ മിഷന്റെ ഫോക്കസ് എന്താണ്? വിൽ ബി ഓൺ ഡീപ് സീ മൈനിങ്, ഓഷ്യൻ ക്ലൈമറ്റ് ചേഞ്ച്, അഡ്വൈസറി സർവീസസ്, അണ്ടർ വാട്ടർ വെഹിക്കിൾസ്, അണ്ടർ വാട്ടർ റോബോട്ടിക്സ് റിലേറ്റഡ് ടെക്നോളജീസ്. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. 477 കോടിയാണ്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് ആണ് ഇത് കൊണ്ടുവരുന്നത്. ഞാൻ നേരത്തെ ഒരു എസ്സേ തന്നിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഈ കണ്ടന്റ് ഒക്കെ നിങ്ങൾ സേവ് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എസ്സേസ് ഒക്കെ വരും. മിഷന്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ്? എ മാൻഡ് സബ്മേഴ്സിബിൾ will be developed to carry 3 people to a depth of 6,000 meters in the ocean with a suite of scientific sensors and tools. 6000 അടി താഴ്ചയിലേക്ക്. ഒരു മനുഷ്യന്റെ ഉയരം 6 അടിയാണ് മാക്സിമം, അല്ലേ? മാക്സിമം അല്ല, ഏകദേശം. അപ്പോ 6000 അടി എന്ന് പറയുമ്പോൾ എന്ത് ഉയരമാണെന്ന് നോക്കും. അത്രയും താഴ്ചയിലേക്ക് പോകാൻ പറ്റും. An integrated mining system will be developed for mining polymetallic nodules at those depths in the central Indian Ocean. Development of ocean climate change advisory services. Development of a component for searching deep sea flora and fauna. ഇതൊക്കെയാണ് ഉദ്ദേശം. താഴത്തെ തട്ടിലുള്ള അവിടുത്തെ സസ്യജാലങ്ങളെ കുറിച്ച്, അതുപോലെ ജീവജാലങ്ങളെ കുറിച്ചൊക്കെ പഠിക്കും. എക്സ്പ്ലോർ ഐഡന്റിറ്റി പൊട്ടൻഷ്യൽ ഓഫ് സോഴ്സസ് ഓഫ് ഹൈഡ്രോതെർമൽ മിനറൽസ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, മെറ്റൽസ്, മിനറൽസ്, ഇവയെ കുറിച്ചൊക്കെ അറിയും. ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ, ഡീസലൈനേഷൻ പ്ലാന്റ്സ് സെറ്റ് ചെയ്യും. ഫൈനൽ കോമ്പോണന്റ് എയിംഡ് അറ്റ് ഗ്രൂമിംഗ് എക്സ്പേർട്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ഓഷ്യൻ ബയോളജി ആൻഡ് എഞ്ചിനീയറിംഗ്. ദിസ് കോമ്പോണന്റ് എയിംസ് to translate research into industrial applications and product development through on-site business incubator facilities. Potential. India has been allotted 75,000 square kilometers in Central Indian Ocean
by UN International Seabed Authority for Exploration of Polymetallic Nodules. അപ്പോൾ ഇന്ത്യക്ക് 75,000 സ്ക്വയർ കിലോമീറ്റർ സെൻട്രൽ ഇന്ത്യൻ ഓഷ്യൻ ബേസിനിൽ UN-ന്റെ ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റി ഈ റിസർച്ചിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ അയൺ, മാംഗനീസ്, നിക്കൽ, കൊബാൾട്ട് ഇതിന്റെയൊക്കെ റിസർവ്സ് ഉണ്ട്. സോ എന്താണ് ഈ പോളി മെറ്റാലിക് നോഡ്യൂൾസ് എന്ന് വെച്ചാൽ എന്താണ്? മാംഗനീസ് നോഡ്യൂൾസ് എന്ന് ഇത് അറിയപ്പെടും. പ്രിലിമിനറി ചിലപ്പോൾ ചോദിക്കാം. ആർ പൊട്ടറ്റോ ഷേപ്ഡ് ലാർജ്ലി പോറസ് നോഡ്യൂൾസ് ഫൗണ്ട് ഇൻ അബാൻഡൻസ് carpeting the sea floor of world oceans in deep sea. പൊട്ടറ്റോ പോലെ ഇരിക്കും, പോറസ് ഉണ്ട് ധാരാളം, നോഡ്യൂൾസ്. ഇത് ധാരാളം ഈ അടിത്തട്ടിൽ, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കാണും. മാംഗനീസ് കൂടാതെ അയൺ, അതുപോലെ നിക്കൽ, കോപ്പർ, കൊബാൾട്ട്, ലെഡ്, മൊളിബ്ഡിനം, കാഡ്മിയം, വാൻഡിയം, ടൈറ്റാനിയം, ഇതെല്ലാം നമുക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസിനും സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസിനും ആവശ്യമായിട്ടുള്ള മിനറൽസും മെറ്റൽസും ആണ്. അപ്പൊ സീബെഡിൽ നിന്ന് നമുക്കിത് കൂടുതലായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചർ എക്കണോമിക് ഗ്രോത്തിന്, ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് അത് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കും. അടുത്തൊരു ടോപ്പിക് ന്യൂട്രീനോസ് എന്നുള്ളതാണ്. എന്താണ് ഈ ന്യൂട്രീനോസ്? ജിയോമെട്രി ഓഫ് സ്പേസ് ടൈം ക്യാൻ കോസ് ന്യൂട്രീനോസ് ടു ഓസിലേറ്റ്. ന്യൂട്രീനോസ് 1959 ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അബാൻഡൻ പാർട്ടിക്കിൾസ് ആണ് ന്യൂട്രിനോസ്. ഫോട്ടോൺസ് കഴിഞ്ഞ, ഫോട്ടോൺസ് എന്ന് വെച്ചാൽ എന്താണ്? ലൈറ്റ് പാർട്ടിക്കിൾ ആണ് അല്ലെ. ന്യൂട്രിനോസിന്റെ പ്രത്യേകത മിസ്റ്റീരിയസ് പാർട്ടിക്കിൾസ് ആണ്, പ്രൊഡ്യൂസ്ഡ് കോപ്പിയസ്ലി ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഇൻ ദ സൺ, സ്റ്റാർസ് ആൻഡ് എൽസ്വെയർ. They also oscillate, meaning that different types of neutrinos change into one another. Probing of oscillations of neutrinos and their relations with mass are crucial in studying origin of universe. Origin of universe ne kurichu പഠിക്കാൻ, ന്യൂട്രിനോസിനെ കുറിച്ചും അവയുടെ ഓസിലേഷൻസിനെ കുറിച്ച് പഠിക്കുന്നത് സഹായകരമാണ്. റേഡിയോ ആക്റ്റീവ് ഡീക്കേയുടെ ഫലമായിട്ടാണ് ന്യൂട്രിനോസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു സൂപ്പർനോവ അല്ലെങ്കിൽ കോസ്മിക് റേസ് സ്ട്രൈക്കിംഗ് ആറ്റംസ് ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ്. The neutrinos interact very weakly with everything else. Trillions of them pass through every human being. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി കൂടെ ഈ ന്യൂട്രിനോസ് കടന്നു പോകുന്നു, നമ്മൾ പോലും അറിയുന്നില്ല. A neutrino spin always points in the opposite direction of its motion. It is now generally believed that the phenomena of neutrino oscillations requires neutrinos to have tiny masses. ഒരുപാട് പാർട്ടിക്കിൾസ് ഇങ്ങനെയുണ്ട്, നമ്മൾ പോലും അറിയാതെ നമ്മളെ സ്വാധീനിക്കുന്ന നിരവധി പാർട്ടിക്കിൾസ്. ടോപ്പിക് നമ്പർ 112. 29 ജൂലൈ പ്രശാന്ത് ചന്ദ്ര മഹൽനോവിസിന്റെ ജന്മദിനമാണ്. ആ ദിവസമാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് വെക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് നമ്മൾ ഈ വർഷത്തെ തീം വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു, UN-ന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എഴുതണം എന്ന് പറഞ്ഞിരുന്നു. എത്ര പേര് എഴുതി? പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോയില്ലെങ്കിൽ പഠിച്ചു പോകത്തില്ല. സിവിൽ സർവീസിൽ കുറച്ച് വർക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ചുമ്മാ കിട്ടത്തില്ല കേട്ടോ. എഴുതിയോ? നിങ്ങൾക്ക് മെയിൻസിൽ ഉള്ള എവിടെ വേണേ നിങ്ങൾക്ക് അത് കോട്ട് ചെയ്യാൻ പറ്റുന്നത്. എൻ ഹങ്കർ, അച്ചീവ് ഫുഡ് സെക്യൂരിറ്റി, ഇംപ്രൂവ്ഡ് ന്യൂട്രീഷൻ ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രധാനമായിട്ട് നോക്കുന്നത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിന്റെ ഫാദർ എന്നാണ് PC മഹൽനോബിസ് അറിയപ്പെടുന്നത്. ISI കൊൽക്കട്ടയിൽ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു. സംഖ്യ എന്ന് പറയുന്ന ഒരു ജേണൽ അവർക്ക് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ കീഴിലാണ് ഇത് വരുന്നത്. വീനസിലേക്കുള്ള 2 ന്യൂ മിഷൻസ് നാസ അനൗൺസ് ചെയ്തു. Last US probe to visit planet was Magellan orbiter in 1990. അതായിരുന്നു US-ന്റെ വീനസിലേക്കുള്ള പ്രോബ്. ഇപ്പൊ നാസ പുതിയ 2 മിഷനും കൂടെ പ്ലാനറ്റ് വീനസിലേക്ക് കൊണ്ടുവരിക. ഏതാണ്? How Venus became an inferno-like world capable of melting lead at the surface. ഡാവിഞ്ചി പ്ലസ് എന്ന് പറയുന്ന ഡീപ്പ് അറ്റ്മോസ്ഫിയർ വീനസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് നോബിൾ ഗ്യാസസ്, കെമിസ്ട്രി ആൻഡ് ഇമേജിംഗ് മിഷൻ. അതാണ് ഒരു മിഷൻ. 2
എന്താണ്? വെരിറ്റാസ്, വീനസ് എമിസിറ്റിവിറ്റി, റേഡിയോ സയൻസ്, ഇൻസാർ, ടോപ്പോഗ്രഫി ആൻഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന മറ്റൊരു മിഷൻ. വീനസ് is the second planet from the sun and the hottest planet in the solar system. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ഹോട്ടസ്റ്റ് പ്ലാനറ്റ് എന്നുകൂടി അറിയപ്പെടുന്നത്. മഗല്ലൻ ഹിസ്റ്റോറിക് മിഷനായിരുന്നു വീനസിലേക്ക്, നാസയുടെ. വീനസ് എക്സ്പ്രസ് അതൊരു യൂറോപ്യൻ മിഷനായിരുന്നു. അക്കാട്സുക്കി ജാപ്പനീസ് മിഷൻ. Why is NASA sending water babies kid to the International Space Station? Babies kids അതുപോലെ വാട്ടർ ബിയേഴ്സ് ഇതിനെയൊക്കെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അയച്ചു. ഇതിന്റെ കാര്യം എന്താണ്? To help scientists to design protective measures for astronauts going on long duration space travel. To understand how beneficial microbes interact with animals, potentially leading to breakthroughs in improving human health on Earth. Why send microbes? Microbes play a crucial role in the normal development of animal tissues and in maintaining human health. And the research will allow scientists to have a better understanding of how beneficial microbes interact with animals when there is lack of gravity. Space gravity illalo. Gravity illathappo microbes engane ജീവജാലങ്ങളുമായിട്ട് ഇടപെടും എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം അവർ നടത്തിയത്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ വീനസ് മിഷനാണ് എൻവിഷൻ എന്നറിയപ്പെടുന്നത്. അത് 2030 അവരുടെ അടുത്ത ഓർബിറ്റർ വിസിറ്റ് ചെയ്തു. ESA എന്ന് വെച്ചാൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി. ഇതിന്റെ ഉദ്ദേശം എന്താണ്? പ്ലാനറ്റ് അറ്റ്മോസ്ഫിയറിനെയും സർഫസിനെയും കുറിച്ച് മനസ്സിലാക്കുക, മോണിറ്റർ ട്രേസ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് അനലൈസ് ഇറ്റ് സർഫസ് കോമ്പോസിഷൻ. വേറെ മിഷൻ ഏതൊക്കെയായിരുന്നു വീനസിലേക്കുള്ളത്? ഡാവിഞ്ചി പ്ലസ് വെരിറ്റാസ്. ജപ്പാന്റെ അക്കാട്സുക്കി മിഷൻ നമ്മൾ കണ്ടത് തന്നെ. എന്താണ് ഈ ന്യൂ ഷെപ്പേർഡ് റോക്കറ്റ് സിസ്റ്റം? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് പ്രാധാന്യം ഇല്ലാതെ പ്രിലിം അല്ലെ മെയിനിൽ നമുക്ക് ക്രാക്ക് ചെയ്യുന്നതിന് കുറച്ചെങ്കിലും പ്രയാസം ഉണ്ടാകും. കാര്യം അതിനകത്ത് ഒരു നോളജ് വേണം. നേരത്തെയുള്ള കാലഘട്ടത്തിൽ പലരും സയൻസ് ആൻഡ് ടെക്നോളജി സ്കിപ്പ് ചെയ്യുക. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനം നടക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിക്ക് GS വളരെ ഉയർന്ന മാർക്ക് വാങ്ങിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ തന്നെ നമുക്ക് ക്ലാസ് ഒക്കെ എടുക്കുന്നതിനുള്ള ഒരു കാരണം ഇതാണ്. What is the new shepherd of rocket system? Amazon founder and billionaire Jeff Bezos' space company called Blue Origin recently concluded the online auction for the first seat on New Shepard, a rocket system meant to take tourists to space. അപ്പൊ ന്യൂ ഷെപ്പേർഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അവർക്ക് എന്ത് കിട്ടും? ബെസോസിനൊപ്പം പോകാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ജൂലൈ 20 അവർ പോവുകയും ചെയ്തു. നെയിൽ ആംസ്ട്രോങ്ങിന്റെയും ബസ് ആൾഡ്രിന്റെയും മൂൺ ലാൻഡിങ്ങിന്റെ ഫസ്റ്റ് 7600ഓളം ആളുകൾ 159 കൺട്രിയിൽ അവര് പോയിട്ടുണ്ടായിരുന്നു. സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? ടൂറിസ്റ്റുകളെ സ്പേസിൽ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ബ്ലൂ ഒറിജിൻ ആണ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. അലൻ ഷെപ്പേർഡിന്റെ പേരാണ് കൊടുക്കുന്നത്. ആദ്യത്തെ അമേരിക്കൻ ആണ് സ്പേസിൽ പോയത്, അലൻ ഷെപ്പേർഡ്. അലൻ ഷെപ്പേർഡിന് സ്പേസിൽ പോയ ആസ്ട്രോണറ്റ് ആണ്. പക്ഷെ അദ്ദേഹത്തിന് സ്പേസിൽ ആദ്യം ഇറങ്ങാൻ സാധിച്ചില്ല അല്ലെ. ഇറ്റ് ഓഫേഴ്സ് ഫ്ലൈറ്റ്സ് ടു സ്പേസ് ഓവർ 100 kilometers above Earth and accommodation for payloads. So, the system is fully reusable. Reusable ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇവര് കാർമാൻ ലൈൻ ആണ് ക്രോസ് ചെയ്യുന്നത്. അതായത് ഇന്റർനാഷണലി അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്പേസ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യപ്പെടുന്നത്. അതാണ് കാർമാൻ ലൈൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കും. ഇപ്പൊ ഈ പ്രിലിമിന് ചിലപ്പോൾ ചോദ്യം വരാൻ സാധ്യത, ഈ ഒരു ഏരിയ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യത. വാട്ട് ഇസ് പാസിഫൈ? പോളാർ ഏരിയാസ്, stellar imaging and polarization,
high accuracy experiment is an international collaborative sky surveying project. Scientists aim to study the polarization in the light coming from millions of stars. Background polarization is a property of light that represents the direction of the light wave oscillates. How will the survey be carried out? Survey will use two high-tech optical polarimeters to observe the northern and southern skies. It will focus on capturing starlight polarization of very faint stars. 3 Chinese astronauts enter space station after successful docking operation. Shenzhou 12 അവരുടെ മാൻഡ് സ്പേസ്ഷിപ്പ് ആയിരുന്നു. അത് ചൈനയുടെ സ്പേസ് സ്റ്റേഷൻ ഉണ്ട്, ടിയാൻഷി എന്ന് പറയും. അവിടെ ഇപ്പോൾ എൻ്റർ ചെയ്തിരിക്കുക. ടിയാൻഗോങ് സ്റ്റേഷൻ is said to be operational for at least 10 years. China has sent 2 previous space stations into orbit. The Tiangong 1 and Tiangong 2 were trial solutions. Hubble Space Telescope has been down for past few days. എന്താണ് അതിന്റെ കാരണം? പേലോഡ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പായി. പേലോഡ് കമ്പ്യൂട്ടറുടെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ to control and coordinate the science instruments and monitor them for health and safety purposes. Hubble Space Telescope is a large telescope in space. NASA launched Hubble in 1990. It was built by United States Space Agency, NASA, with contributions from the European Space Agency. Hubble Space Telescope makes one orbit around Earth every 95 minutes. Chandrayaan 2, hovering over the moon, has found new developments on the hot outermost layer of the bright star known as corona. These include abundance of magnesium, aluminum and silicon in the solar corona. Chandrayaan 2 കണ്ടുപിടിച്ചിട്ടുണ്ട് hot atmosphere layer of the bright star known as corona. അവിടെ magnesium, അലുമിനിയം, സിലിക്കൺ ഇവയുടെയൊക്കെ ധാരാളം കൂടുതലായിട്ടുണ്ട്, ഒരുപാട് കണ്ടുപിടിച്ചു. 100 microfires are observed, providing a new insights about coronal mass heat. Coronal mass heatingന്റെ റീസൺസും ഒക്കെ തന്നെ ഈ ഒരു ചന്ദ്രയാൻ 2 പ്രോബിന് കണ്ടുപിടിക്കാൻ സാധിച്ചു. ചന്ദ്രയാൻ 2, which was lost after it had landed on the dark side of the moon in 2019, remains active in the form of its orbiter hovering over the moon. Scientists used a solar X-ray monitor to study the sun. Primary objective of Chandrayaan 2 was to demonstrate the ability to soft land off the lunar surface and operate a robotic rover on the surface. 5G technology എന്നാൽ എന്താണ്? ജൂഹി ചൗള കോടതിയെ സമീപിച്ചു. ഒരു സയന്റിഫിക് സ്റ്റഡി വേണം. എന്തിനെ കുറിച്ചാണ്? റേഡിയോ ഫ്രീക്വൻസി എമിഷൻ, സെല്ലുലാർ ടെലികമ്മ്യൂണിക്കേഷൻ, 5G ടെക്നോളജി, ഹെൽത്ത്, ലൈഫ്, ഓർഗൻ or limb of adult or child or flora and fauna before its only official rollout in the country. അതിന് കോടതി ജൂഹി ചൗളയ്ക്ക് 20 ലക്ഷം രൂപ പിഴയൊക്കെ ഏർപ്പെടുത്തി. എന്തിനാണ് കോടതികൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാളൊരു കേസുമായി കോടതിയെ സമീപിച്ചാൽ പിഴ ഏർപ്പാടാക്കുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നെക്സ്റ്റ് ജനറേഷൻ മൊബൈൽ ബ്രോഡ്ബാൻഡ് ആണ്. ഇപ്പോഴത്തെ 4G LTE കണക്ഷന് മാറും. മില്ലിമീറ്റർ വേവ് സ്പെക്ട്രം, അത് 30 മുതൽ 300 GHz സ്പീഡിലാണ് പോകുന്നത്. വളരെ ഹൈ സ്പീഡ്സിൽ ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 3 ബാൻഡ്സിലുണ്ട്: ലോ, മിഡ്, ഹൈ ഫ്രീക്വൻസി സ്പെക്ട്രം. അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് ലേറ്റൻസി എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൊക്കെ വളരെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യും, പെട്ടെന്ന് ലോഡ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സർ, ഇത് കോടതി പിഴയിട്ടത് അവര് അതിന്റെ കോടതി നടക്കുന്നതിന്റെ ലിങ്ക് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചാണ്.
അല്ല അതിനാണോ? അല്ല ഒരാൾക്ക് ഒരു പാട്ടൊക്കെ പാടിയായിരുന്നു. അത് തന്നെ അതിനാണ് അവര് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. എല്ലായിടത്തും ഓൺലൈനിലായിട്ട് അവര് സ്റ്റാറ്റസ് ഇട്ടു. നടപടിക്രമങ്ങൾ അല്ലേ? അവര് കോടതി പറഞ്ഞത് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ചെയ്തതെന്നാണ് കോടതി പറഞ്ഞത്. ചിലപ്പോ ആയിരിക്കാം കേട്ടോ. ഇവർക്ക് ഈ പ്രശസ്തർക്കുള്ള ഒരു പ്രശ്നം, കുറെയൊക്കെ നിങ്ങൾക്ക് പ്രശസ്തി കിട്ടിയിട്ട് കുറെ നാളാകുമ്പോ പ്രശസ്തി കിട്ടിയില്ല, വലിയ പ്രയാസമാണ്. അപ്പൊ അവരിങ്ങനെ ഓരോ പരിപാടിയായിട്ട് ഇറങ്ങും. അപ്പൊ അതും റീസൺ ആയിരിക്കാം. ഞാനിവിടെ ഉണ്ട് എന്നറിയിക്കാം. ഇന്റർനെറ്റ് ത്രൂ LEO സാറ്റലൈറ്റ്സ്, ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ്സ്, വൺ വെബ് ഒരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഓപ്പറേറ്റർ ആണ്, ഹാസ് ലോഞ്ച്ഡ് ഇറ്റ്സ് നെക്സ്റ്റ് ബാച്ച് ഓഫ് 36 സാറ്റലൈറ്റ്സ് ഫ്രം റഷ്യ. വൺ വെബിന്റെ മറ്റൊരു പ്രത്യേകത ഇത് ലോ എർത്ത് സാറ്റലൈറ്റ് ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് UK, അലാസ്ക, നോർത്തേൺ യൂറോപ്പ്, ഗ്രീൻലാൻഡ്, ആർട്ടിക് സീസ്, കാനഡ അവിടെയൊക്കെ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കും. ബിറ്റ്കോയിൻ നിയമാനുസൃതമാക്കിയേക്കാം. ഇത് കോസ്റ്റൽ കൺട്രിയാണ് സെൻട്രൽ അമേരിക്കയിലെ എൽ സാൽവഡോർ എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ബിറ്റ്കോയിൻ. ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബിറ്റ്കോയിൻ ഒഫീഷ്യലി അംഗീകരിച്ച രാജ്യമാണ് ഏത്? എൽ സാൽവഡോർ. ലീഗലായി അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ടോ? ഇത് ഉണ്ടോ? ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ടോ? അംഗീകരിച്ചിട്ടില്ല. ബിറ്റ്കോയിനില് ഒരു ബിറ്റ്കോയിന്റെ വില എത്രയാണ്? 37 ലക്ഷം അത്രയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പൊ പുള്ളി പറഞ്ഞു, പുള്ളി 8-9 വർഷം ബിറ്റ്കോയിനെ കുറിച്ച് ലേഖനം എഴുതിയ ആളാണ്. അമേരിക്കയിലാണ്. അന്ന് കുറച്ച് വാങ്ങിച്ചിട്ടാ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് വളരെ ചീപ്പായിരുന്നു അല്ലെ? അപ്പൊ ഒരുപാട് ആളുകള് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ബിറ്റ്കോയിനിലൊക്കെ. വിദേശത്തൊക്കെ ഇപ്പൊ എലോൺ മസ്ക് ഒക്കെ കാറ് വാങ്ങിക്കാനൊക്കെ ബിറ്റ്കോയിനൊക്കെ അംഗീകരിക്കുന്നു. ടെസ്ലയുടെ വണ്ടിയൊക്കെ വാങ്ങും. അപ്പോ റെമിറ്റൻസ് ആണ് എബ്രോഡിലുള്ള എൽ സാൽവഡോറിയൻസിന്റെ റെമിറ്റൻസ് ആണ് അവർക്ക് പ്രധാനപ്പെട്ട ഇൻകം. അപ്പൊ ഇത് പലപ്പോഴും വലിയൊരു പ്രശ്നം. ഈ റെമിറ്റൻസ് ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടും. അപ്പൊ ബിറ്റ്കോയിൻ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നം ഓക്കെ. അപ്പോ ഇത് ഈ എൽ സാൽവഡോർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നിങ്ങൾ മസ്റ്റായിട്ടും പ്രിലിമിന് പോകുന്നതിന് മുമ്പ് ബ്ലോക്ക് ചെയിൻ മെക്കാനിസം ഒന്ന് പഠിച്ചിട്ട് കേട്ടോ. ബ്ലോക്ക് ചെയിൻ മെക്കാനിസം വഴിയാണ് ഈ ബിറ്റ്കോയിൻ അടക്കമുള്ള ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് പല ക്രിപ്റ്റോ കറൻസീസിൽ ഒന്നാണ്. ഇങ്ങനെ നിരവധി ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. അതിലൊന്നാണ് ബിറ്റ്കോയിൻ. വളരെ പോപ്പുലർ ആണെന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഒരു ലേഖനം നമ്മുടെ കറണ്ട് അഫയേഴ്സ് മാഗസിനിൽ മലയാളത്തിൽ കൊടുത്തിരുന്നു. മുൻ ലക്കം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പോ ബിസൈഡ്സ് ബിറ്റ്കോയിൻ വിൽ ഹെൽപ്പ് ഇൻക്രീസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻ എൽ സാൽവഡോർ. 70% of the population does not have a bank account and relies on the informal account. പാവപ്പെട്ട രാജ്യമാണ്. അതും ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും കാരണമാകുന്നു. CHIME telescope yields unprecedented results. Canadian hydrogen intensity mapping experiment collaboration have assembled the largest collection of fast radio bursts in the telescope first FRB catalog. FRB എന്ന് വെച്ചാൽ എന്താ? Oddly bright flashes of light registering in the radio band of electromagnetic spectrum which blaze for few milliseconds before vanishing without a trace. ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ടെലിസ്കോപ്പ് സഹായകരമാണ്. മോണോക്ലോണൽ ആന്റിബോഡീസ്, മോണോക്ലോണൽ ആന്റിബോഡി കോക്ടെയിൽ റീഗൻ കോവ് 2. ഇതൊരു ലൈഫ് സേവിംഗ് found to be a life-saving treatment for some of the most severely affected COVID-19 patients. Results a clinical trial in the UK have shown. However, such therapies are expensive because they are difficult to make and take a lot of time.
ഈ മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ആന്റിബോഡീസ്. അത് നാച്ചുറൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യും. അപ്പൊ എന്താണ് ഇത് എന്നുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കും. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈറ്റ് ബ്ലഡ് സെൽസ് ഒരു പർട്ടിക്കുലർ ആന്റിജനുമായിട്ട് എക്സ്പോസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിന്റെ കോസ്റ്റ് കൂടുതലാണ്. നൈട്രജൻ കോൺഫറൻസ് ബെർലിനിൽ നടന്നു. അത് ക്യാൻസൽ ചെയ്തു പാൻഡമിക് കാരണം. അത് വിർച്വലി നടന്നു ഇത്തവണ. ഹോളിസ്റ്റിക് മാനേജ്മെന്റ് ഓഫ് റിയാക്റ്റീവ് നൈട്രജൻ, അതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. നൈട്രജൻ ഒരു എസെൻഷ്യൽ ന്യൂട്രിയന്റ് ആണ്, പ്ലാന്റ്സിനൊക്കെ വേണം അല്ലെ. മോസ്റ്റ് അബാൻഡന്റ് എലമെന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. A little over 78% dry air on earth is nitrogen, but atmospheric nitrogen or dinitrogen is unreactive and cannot be utilized to plants directly. ഇത് UPSC പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പ്ലാന്റ്സ് എങ്ങനെയാണ് നൈട്രജൻ യൂസ് ചെയ്യുന്നത്? നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, റൈസോബിയ പോലുള്ള ബാക്ടീരിയ ഈ പ്ലാന്റ്സിലും പയറുവർഗ്ഗങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യും? ഇത് നൈട്രജനെ എന്ത് ചെയ്യും? ഈ സോയിലുള്ള നൈട്രജനെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ? ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന, 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്. നൈട്രജനെ എന്താക്കി മാറ്റും? അമോണിയ നൈട്രേറ്റ് ഒക്കെ ആക്കിയിട്ട് റിയാക്റ്റീവ് കോമ്പൗണ്ട്സ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യും. ബ്ലാക്ക് കാർബൺ ക്യാൻ ഷാർപ്ലി കട്ട് ഗ്ലേഷ്യർ മെൽറ്റ്. വേൾഡ് ബാങ്കിന്റെ ഒരു സ്റ്റഡിയാണ്. ബ്ലാക്ക് കാർബൺ ഓവർ ഹിമാലയ, കാരക്കോറം ആൻഡ് ഹിന്ദുകുഷ് മൗണ്ടൻ റേഞ്ചസ്. ഗ്ലോബൽ ആവറേജ് ഐസ് മാസ് അവിടെ ഉരുകുകയാണ്. അപ്പൊ അതിന്റെ ഫൈൻഡിങ്സ് എന്താണ്? Black carbon deposits produced by human activity accelerate the pace of glacier and snowmelt in the Himalayan range. അത് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് ഡിക്രീസിങ് സർഫസ് റിഫ്ലക്റ്റൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ബൈ റേസിംഗ് എയർ ടെമ്പറേച്ചർ. ബ്ലാക്ക് കാർബൺ എന്ന് വെച്ചാൽ എന്താണ്? ഷോർട്ട് ലിവ്ഡ് പൊല്യൂട്ടന്റ് ആണ്. That is the second largest contributor to warming the planet behind carbon dioxide. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Unlike the greenhouse emissions, black carbon is quickly washed out and can be eliminated from the atmosphere if emissions stop. It is formed through the incomplete combustion of fossil fuels. Sources of black carbon in HK regions: burning solid fuel, regional anthropogenic deposition, on-road diesel fuel. ഡീസൽ പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. ഓപ്പൺ ബേണിംഗ്, ഇതൊക്കെ ഇതിന് കാരണമാണ് അല്ലെ, പൊല്യൂഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിലോട്ടൊക്കെ മാറണം എന്ന് പറയുന്നത്. വാട്ട് ഈസ് സീ സ്നോട്ട് ഔട്ട്ബ്രേക്ക് ഇൻ ടർക്കി? ടർക്കി സീ ഓഫ് മരാമാര that connects the Black Sea with the Aegean Sea. Sea knot. Sludge has also been spotted in the adjoining Black Sea and Aegean Sea. Sea knot എന്ന് വെച്ചാൽ എന്താ? A slimy layer of grey or green sludge. അത് മറൈൻ എക്കോസിസ്റ്റത്തിന് ഡാമേജ് ഉണ്ടാക്കും. It is formed when algae are overloaded with nutrients. ഈ സീ വേസ്റ്റ് എല്ലാം കൂടെ കിടക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. A sea knot outbreak was first recorded in the country in 2007. Back then, it was also spotted in the Aegean Sea near Greece. Overloading of nutrients happens because of warm weather caused by global warming, water pollution, uncontrolled dumping of household and industrial waste into seas. Pranvayu Devada Pension Scheme and Oxyvan. ഇത് ഹരിയാന ഗവൺമെന്റ് സ്കീമാണ്. ദേവത പെൻഷൻ സ്കീം എന്താണ്? ട്രീസിനെ 75 വയസ്സ് മേലെയുള്ള, ഇത് നമുക്കൊരു കേസ് സ്റ്റഡി ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് വായിക്കുമ്പോൾ 3 കാര്യമാണ് നമുക്ക് കിട്ടേണ്ടത്. ഒന്ന് ഫാക്ട്സ് എടുക്കുക, അല്ലെ പത്രം വായിക്കുമ്പോൾ. 2 കേസ് സ്റ്റഡീസ് എടുക്കുക. കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ എന്താണ്? റിയൽ ഒരു ഇൻസിഡന്റ് നമ്മളൊരു ഉത്തരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് കേസ് സ്റ്റഡി. 3 ഗ്രാഫ്സ് എടുക്കുക. ഗ്രാഫ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇല്ലേ, മാപ്പുകളൊക്കെ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇത് 3 നമുക്ക് പത്രം വായിക്കുമ്പോഴും കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴും എടുക്കാൻ പറ്റും. അപ്പൊ ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ബോക്സിൽ എഴുതി വെച്ച് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പറ്റുവാണെങ്കിൽ കേസ് സ്റ്റഡീസിന് വേണ്ടി തന്നെ ഒരു ബുക്ക് ഉണ്ടാക്കും. അല്ലെ നിങ്ങൾ എൻവയോൺമെന്റ് റിലേറ്റഡ് കേസ് സ്റ്റഡി ഒരു സെപ്പറേറ്റ് ഒരു
ഇതുണ്ടാക്കുക, ഹിസ്റ്ററി റിലേറ്റഡ് കേസസ് അല്ലെ, ഓരോ വിഷയത്തിൽ നിന്നും ഉണ്ടാക്കും. ഇതൊക്കെ നിങ്ങളുടെ GS മെയിൻസിന്റെ ആൻസറിനെ റിച്ച് ചെയ്യും, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും, നിങ്ങളുടെ അറിവ് വർദ്ധിക്കുകയും ചെയ്യും. കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ എന്താ? കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ റിയൽ സംഭവം, റിയൽ കേസ്, ഒരു ഇൻസിഡന്റ് ആണ് കേസ് സ്റ്റഡി, ഒരു സംഭവം കേട്ടോ. അപ്പൊ ഇതൊരു ഗവൺമെന്റ് കൊണ്ടുവന്ന കേസാണിത്, ഒരു റിയൽ കേസാണ്. ഗവൺമെന്റ് മുൻപോട്ട്, ഹരിയാന ഗവൺമെന്റ് ചെയ്ത ഒരു പദ്ധതിയാണ്. അവരെന്താ ചെയ്യുന്നത്? 75 വർഷം പ്രായമായ മരങ്ങളെയൊക്കെ എന്ത് ചെയ്യും? അവരെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടാണ് ചെയ്യുന്നത്. ലോക്കൽ പീപ്പിൾ ഈ സ്കീമിൽ ഉൾക്കൊള്ളിക്കും. ഞാൻ ഫ്രാൻസിൽ നിന്നുള്ള ഒരു ചിത്രകാരിയെ പരിചയപ്പെട്ടു. അവരെന്നോട് പറഞ്ഞു അവരുടെ അവിടെ 300-400 വർഷമായ മരങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് എല്ലാ മാസം ഗവൺമെന്റ് കാശ് കൊടുക്കുന്നു ഞങ്ങൾക്ക്. ഇത് ഏതാണ്ട് അങ്ങനത്തെ ഒരു സ്കീമാണ്. 2500 രൂപ പെർ ഇയർ ട്രീ പെൻഷനായിട്ട് കിട്ടും, മെയിൻ്റനൻസിന് വേണ്ടി. അപ്പോൾ ഓൾഡ് ഏജ് സമ്മാൻ പെൻഷൻ പോലെ വലിയ ഒരു സ്കീമാണ്. നമുക്ക് ക്യാൻസറിൽ കൊണ്ടുവരാൻ പറ്റുന്ന നല്ല ഇന്റർവ്യൂവിലും ഒക്കെ പറയാൻ പറ്റും. അർബൻ ലോക്കൽ ബോഡീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് കൊടുക്കുക. ഇൻസ്റ്റാളിംഗ് പ്ലേറ്റ്സ്, ഗ്രിൽസ് ഒക്കെ. വാട്ട് ഈസ് ഓക്സി-1 അല്ലെങ്കിൽ ഓക്സിജൻ ഫോറസ്റ്റ്? ഓക്സി-1 എന്ന് പറയുന്നത് എന്താണ്? 3 crore trees would be planted. ഈ വർഷത്തെ വനമിത്ര ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അവാർഡ് കിട്ടിയത് നമ്മുടെ തന്നെ ഒരു സ്റ്റുഡന്റിനാണ്, അബ്സല്യൂട്ട്ലി ഒരു സ്റ്റുഡന്റിനാണ്. അയാൾ ചെയ്യുന്ന പരിപാടി, അയാള് ഈ വനം വെച്ച് പിടിപ്പിക്കും, മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പുരസ്കാരമുണ്ട് അങ്ങനെയുള്ള, ഡോക്ടർ സൈജു. അപ്പൊ അദ്ദേഹത്തിനാണ് കിട്ടിയത്. അദ്ദേഹം ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു നേരത്തെ. അപ്പൊ ഒത്തിരി ആളുകൾ ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്, വനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. Oxy-1 will occupy 10% of the 8 lakh hectares of land across area. This one will house different varieties of plants and trees. In heritage tree, മഹാരാഷ്ട്രയുടെ ഒരു സ്കീമാണ് ഹെറിറ്റേജ് ട്രീ. 50 വർഷത്തിന് മേലെ പ്രായമുള്ളതിനെ ഹെറിറ്റേജ് ട്രീ ആയിട്ട് പ്രഖ്യാപിക്കും. മ്യൂട്ട് ചെയ്യണേ, മ്യൂട്ട് ചെയ്യുക അല്ലെ, സൗണ്ട് ഡിസ്റ്റർബൻസ് വരും. യെസ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഹെറിറ്റേജ് ട്രീക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കൊടുക്കുക? ഹെറിറ്റേജ് ട്രീ വിൽ ഗെറ്റ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ, കോമ്പൻസേറ്ററി പ്ലാന്റേഷൻ. Anyone cutting a heritage tree will need to plant trees in the same numbers as the cutting tree's age. ഇപ്പൊ 50 വർഷമുള്ള ഒരു പ്ലാന്റ് കട്ട് ചെയ്താൽ 50 ട്രീ വെച്ച് പിടിക്കും. നല്ലതാണോ? Is it good? കൾച്ചറായിട്ട് വളരണം, ഇതൊരു സംസ്കാരമായിട്ട് വളരണം. വിദേശ രാജ്യങ്ങളിലൊക്കെ അവര് വനങ്ങള് പുതുതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ധാരാളം വനങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മളിവിടെ പലപ്പോഴും നശിപ്പിക്കുക. The organization planting the compensation trees will also have to ensure the survival of the plantation for 7 years and geotag the trees. അതുപോലെ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യണം? അത് ജിയോടാഗ് ചെയ്ത് നോക്കുകയും ചെയ്യണം. ഗ്രീൻ ഹൈഡ്രജൻ ഇനിഷ്യേറ്റീവ്, ഇന്ത്യ ഒരു സബ്മിറ്റ് കൊണ്ടുവന്നു. ഈ ഹൈഡ്രജൻ മിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ വലിയൊരു പദ്ധതിയാണിത്. പ്രത്യേകിച്ചും ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ പ്രധാനമന്ത്രി സംസാരിച്ച കാര്യമാണ് പ്രിലിമിനറിലെ മെയിൻ 100% ചോദ്യം വന്നിരിക്കും. ഇന്ത്യ is hosting a summit on green hydrogen initiative including the BRICS nations. The event offers a platform to share their respective green hydrogen initiatives and views on how to take it to the next level in their own countries. The event will be anchored by NDPC, a Maharatna company. What is green hydrogen? Hydrogen, when produced by electrolysis using renewable energy, is known as green hydrogen, which has no carbon footprint. Hydrogen electrolysis വഴി renewable energy വഴി യൂസ് ചെയ്യുന്നതിനെയാണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അത് കാർബൺ എമിഷൻ ഉണ്ടാക്കുന്നില്ല. ഇതിന്റെ പ്രത്യേകത എന്താണ്? Green hydrogen is vital for India to meet its nationally determined contribution targets and ensure regional and national energy security, access and availability. Energy security ke green hydrogen വളരെയധികം സഹായിക്കും. Green hydrogen can act as an energy storage option, which would be essential to meet intermittencies in the future. In terms of mobility, for long distance mobilization of either urban freight movement within cities or passengers, green hydrogen can be used in railways, large ship buses, trucks. ഇതിലെല്ലാം നമുക്ക് ഈ ഗ്രീൻ ഹൈഡ്രജൻ യൂസ് ചെയ്യാൻ പറ്റും, ട്രെയിനിലും ഒക്കെ തന്നെ. അപ്പൊ അത്
ഇത് ബാറ്ററി, ഇതൊരു എനർജി സ്റ്റോറേജ് ഓപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഒരു പക്ഷെ ഇനി ഫ്യൂച്ചറിൽ ട്രെയിനുകളും ഷിപ്പുകളും ഒക്കെ ഗ്രീൻ ഹൈഡ്രജൻ യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോ അതുപോലെ ഗ്രീൻ കെമിക്കൽസ് ലൈക്ക് ammonia, methanol can be directly utilized in existing applications like fertilizers, mobility, power, chemicals, shipping. Green hydrogen blending up to 10% may adopted CGD networks to gain widespread acceptance. Green hydrogen എങ്ങനെ നമുക്ക് സഹായകരമാകുന്നു എന്ന് നമുക്ക് കാണാം. നമ്മൾ ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവുകയാണ്. ജൂൺ മാസത്തെയാണ് നമ്മൾ കണ്ടത്. ക്ലാസ് റൂമിൽ ജൂലൈ മാസത്തേക്ക് ഷെയർ ചെയ്ത് തരാം. സർ, ഈ 2022 ഫോക്കസ് ചെയ്യുന്നവരെ ജൂൺ മുതൽ നോക്കിയാൽ പോരെ, ബാക്കിയുള്ളതൊക്കെ സ്കിപ്പ് ചെയ്യല്ലേ? അങ്ങനെയല്ല, ജാനുവരി തൊട്ട് നോക്കിയാൽ നല്ലതാണ്. പറ്റിയില്ല ജൂൺ തൊട്ട് നോക്കാം. കമ്പൈലേഷൻസ് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ജൂൺ തൊട്ട് നോക്കിയാൽ മതി. പ്രധാനമായിട്ട് ജൂൺ തൊട്ട് നോക്കിയാൽ മതി. അതിന് മാത്രമൊന്നും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയ ഒത്തിരി സംഭവമൊന്നുമില്ല. നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. അല്ല, ഇത്രയും നമുക്ക് ഇങ്ങനെ റെഡിമെയ്ഡ് പരുവത്തിൽ കിട്ടുമല്ലേ. നേരത്തെ ഇങ്ങനെ ഞങ്ങളുടെ ഒന്നും കാലത്ത് ഇങ്ങനൊന്നും ഇല്ല. നമ്മളൊക്കെ ആപ്പാട് സ്വന്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചാണ് പഠിക്കുന്നത്. ഇപ്പൊ എന്ത് എളുപ്പമാണ്, എല്ലാം റെഡിമെയ്ഡ് ഈസി ടു കുക്ക് രീതിയിലാണ് സംഭവം എല്ലാം കിട്ടുന്നത്. ഏറ്റവും ഒരു ടോപ്പിക്കാണ് ഇപ്പോഴത്തെ ഒരു രീതിയിൽ. ഇത് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. അതാണ് വേറൊരു രസം. ഫേസിന്റെ ഇമ്പോർട്ടൻസ് നന്നായിട്ട് കൂടി. പത്രമൊക്കെ നന്നായിട്ട് വായിക്കണം. സർ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എസ്സേ എഴുതുമ്പോ എക്കണോമിക്കൽ വ്യൂ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ, അങ്ങനെ എല്ലാം അനലൈസ് ചെയ്ത് എഴുതുന്നത്. ഈ പൊളിറ്റിക്കൽ വ്യൂ എന്ന് പറയുമ്പോ എന്താണ് സർ ഉദ്ദേശിക്കുന്നത്? അത് എല്ലാത്തിലും പൊളിറ്റിക്കൽ വ്യൂസ് വരത്തില്ല. ഇപ്പൊ പൊളിറ്റിക്കൽ വ്യൂസ് എന്ന് വെച്ചാൽ അതിന്റെ ഒരു രാഷ്ട്രീയമായ മാനം എന്ന് വെച്ചാല്, ഇപ്പൊ ഒരു നിയമാഗിരി ഹിൽസില് വേദാന്ത എന്ന് പറഞ്ഞ കമ്പനി അവിടെ പോയിട്ട് അവിടെ അവരെന്ത് ചെയ്യാണ്, ഒരു ഖനനം നടത്തുക. അപ്പൊ അവിടെയുള്ള ട്രൈബ്സിന്റെ ജീവിതത്തെ എന്ത് സംഭവിക്കും? ആ ഖനനം ബാധിക്കും. അപ്പൊ അത് നമ്മള് അതൊരു രാഷ്ട്രീയമുണ്ട്. ആ വ്യൂസ് വേണം നമുക്ക് കൊണ്ടുവരാൻ. ഇതെങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റിയെ ബാധിക്കും, രാഷ്ട്രീയപരമായിട്ട് ഇതെങ്ങനെയാണ് ബാധിക്കും വെച്ചാൽ എന്താണ് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ വ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചില രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളൊക്കെയാണ്. അപ്പൊ അതിപ്പോ ചില ഇഷ്യൂസ് നോക്കുമ്പോൾ, ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാം, കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയാൻ മനസ്സിലാക്കാം. ഇപ്പൊ ഈ ജെൻഡർ ഇഷ്യൂസ് ഒക്കെ വരത്തില്ലേ? ഇപ്പൊ ഈ ജെൻഡർ ബജറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ വ്യൂ ആണ്. ജെൻഡർ ബജറ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ബജറ്റ് ഇടുമ്പോൾ സ്ത്രീകളെയും കൂടി ഉൾക്കൊള്ളുകൊണ്ട് വേണം ബജറ്റ് ഇടാൻ. അതൊരു പൊളിറ്റിക്കൽ വ്യൂ. അത് എന്താ കാര്യം? ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻസും വിമൻ ഓർഗനൈസേഷൻസ് ഒക്കെ നിരവധി സമരങ്ങളൊക്കെ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിറ്റിക്കൽ അജിറ്റേഷൻസിന്റെ ഒക്കെ ഭാഗമായി. അപ്പൊ സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് ഡയമെൻഷൻസ്, ഇത് സാമൂഹികമായിട്ട് എങ്ങനെ സ്വാധീനിക്കും, സാമ്പത്തികമായിട്ട് എങ്ങനെ സ്വാധീനിക്കും, അപ്പൊ രാഷ്ട്രീയപരമായിട്ട് എങ്ങനെ ഇതിനെ സ്വാധീനിക്കും. അപ്പൊ നല്ലൊരു പല വേസിൽ നിന്ന് എല്ലാത്തിലും എല്ലാം ഒന്നും കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. എല്ലാ വ്യൂസും ചില ആൻസേഴ്സ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ആൻസേഴ്സ് കേസ് സ്റ്റഡീസ് മാക്സിമം കൊണ്ടുവരണം, ഫാക്ട്സ് കൊണ്ടുവരണം, ഫിഗേഴ്സ് കൊണ്ടുവരണം. അതിനൊക്കെയാണ് ഇതൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്തും അല്ലെ പഠിച്ചു പോവാൻ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം. അത് പഠിച്ചു പോകുമ്പോൾ നമുക്ക് പറ്റുമല്ലോ. നിങ്ങൾ എല്ലാ ദിവസവും പത്രമൊക്കെ ഒന്ന് കാണുക. ഇന്നിപ്പോ ഇന്നെന്താ സംഭവിക്കുന്നത്? പ്രധാനപ്പെട്ട വാർത്ത എന്താണ്?
ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവം എന്താണ്? ഇന്നെന്താ പ്രധാനപ്പെട്ട സംഭവം? പ്രധാനമന്ത്രി എന്ത് ചെയ്യാൻ പോവാ? അമേരിക്കയിൽ പോകണം. എന്തിനാണ് പോകുന്നത്? ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ഫോളോ ചെയ്ത് പോകണം. കോവിഡിന്റെ ബൈഡൻ കോഡിന്റെ മീറ്റിംഗ് അല്ലേ? കോവിഡിന്റെ മീറ്റിംഗ് ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാ ഉള്ളത്? കോപ്പറേറ്റീവ് കമ്പനീസ് മേധാവികളുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വേറെ എന്തോ ഒരു സമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രധാനം. സമ്മിറ്റ്സ് ഒക്കെയാണ് പ്രധാനം. സ്ക്രീൻ ഓപ്പണായി വരുന്നേ ഉള്ളൂ. നാളെ ക്ലാസ് ഉണ്ടാവില്ല. രാവിലെ മോർണിംഗ് സെഷൻ നാളെ ഉണ്ടാവില്ല. ഫ്രൈഡേ കൊണ്ട് മിക്കവാറും തീരും. ഈ ഓഗസ്റ്റ് വരെ ഉള്ളത് കേട്ടോ. ഫ്രൈഡേ കൊണ്ട് നമുക്ക് തീർക്കാം. സാറേ ഇന്ന് 10 മണിക്കുള്ള ക്ലാസ് റെക്കോർഡ് അയച്ചു തരുമോ? അതിന് റെക്കോർഡ് അയച്ചു തരുന്ന ക്ലാസ്സിൽ കയറാൻ പറ്റും. അത് സാറേ എനിക്ക് കോളേജിൽ പോകണമായിരുന്നു അഡ്മിഷൻ എടുക്കാൻ. ഓക്കെ. അപ്പൊ അത് റെക്കോർഡഡ് വേർഷൻ കിട്ടും. അത് പക്ഷെ ക്ലാസ്സിൽ നിങ്ങൾ ആബ്സെന്റ് ആവുന്നുണ്ട് പെർമിഷൻ എടുക്കണം നേരത്തെ കേട്ടോ. സ്ഥിരം ആബ്സെന്റ് ആവാൻ പറ്റത്തില്ല. എനിക്കൊരു മെസ്സേജ് അയക്കണം. എനിക്കൊരു മെസ്സേജ് അയച്ച് പെർമിഷൻ എടുക്കണം. സാർ റെക്കോർഡ് അയച്ചു തരുമോ? ഇല്ലില്ല, അയച്ചൊന്നും തരത്തില്ല. നമ്മുടെ ആപ്പിൽ നിന്ന് കാണാമല്ലോ. ഇതിന് അയച്ചു തരുന്നു. അല്ല അതാ ചോദിച്ചു. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ജൂലൈയിലെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാണ്. ഇന്ദ്രജാൽ. ഈ PDF എല്ലാം എങ്ങനെ എഴുതുക? ഈ PDF ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കേ, താങ്ക് യു. ഇത് ഇട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ ഇടാം. ആ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ? ഇല്ല, അതിനകത്ത് ജോയിൻ ആവുന്നില്ല. കറണ്ട് അഫയേഴ്സ് ആവുന്നില്ല. അതിനെന്താ? കോഡ് അടിച്ചു കൊടുത്താൽ മതിയല്ലോ. സെപ്റ്റംബർ ബാച്ചാ? അല്ല, ബാച്ച് അല്ല. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് റൂം ഉണ്ടായിരുന്നു. ക്ലാസ് റൂം കോഡ് ഇപ്പൊ ഇട്ടായിരുന്നു. സോറി, ഈ ക്ലാസ് റൂമിലല്ല ഇടുന്നത്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് റൂമില്ലേ? ഓൾറെഡി നിങ്ങളുടെ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആപ്പിലും വരും അത് ഒരു ദിവസം. ഞാൻ പ്രിലിംസ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ക്ലാസ് റൂമിൽ ഇടാം. ക്ലാസ് റൂമിന്റെ കോഡ് ഓക്കെ. ഇന്ദ്രജാൽ, ഹൈദരാബാദ് ബേസ്ഡ് ടെക്നോളജി റിസർച്ച് ഫോർ ഗ്രീൻ റോബോട്ടിക്സ് ഡിസൈൻ ചെയ്ത ഇന്ത്യയുടെ കാണുന്നില്ലേ? ഇന്ത്യയുടെ ഫസ്റ്റ് ഡ്രോൺ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡ്രോൺ എന്ന് വെച്ചാൽ എന്താ? ആകാശത്തൂടെ പോയി കാഴ്ചകളൊക്കെ നമുക്ക് വേണ്ടി എടുത്തു തരുന്ന സംഗതി അല്ലേ? അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡജനിയസ്ലി ഡ്രോൺ ആണ് ഇന്ദ്രജാൽ എന്നറിയപ്പെടുന്ന ഡിഫൻസ് ഡ്രോൺ ആണ്. ഇതൊക്കെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഒരു ചോദ്യമെങ്കിലും കിട്ടും. നല്ല ക്ലാരിറ്റിയോടെ പഠിച്ചു പോവുക. എല്ലാം നമുക്ക് ഈ എക്സാം പാസ്സാവേണ്ട കാര്യമില്ല. ഞാൻ എന്തായാലും ഇത് പാസ്സാവും എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യും. അപ്പോ ഫീച്ചേഴ്സ് എന്താണ്? 1000 മുതൽ 2000 സ്ക്വയർ കിലോമീറ്റർ വരെ പ്രൊട്ടക്ട് ചെയ്യും. ഏരിയൽ ത്രെഡ്. ഇതിന്റെ പ്രത്യേകത എന്താ? റീസെന്റ് എന്ത് സംഭവിച്ചു? ഈ ഡ്രോൺ വെച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഏർപ്പാട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? എങ്ങനെയാണ് ഡ്രോൺ വെച്ച് അറ്റാക്ക് എങ്ങനെയാ വരുന്നത്? റീസെന്റ് എവിടെ എന്ത് സംഭവിച്ചു? കാശ്മീരിൽ എന്ത് സംഭവിച്ചു? വെപ്പൺസ് കൊടുക്കാൻ എയർഫോഴ്സ് ബേസില് എയർപോർട്ടില്
എയർപോർട്ടിൽ അറ്റാക്ക് ഉണ്ടായി ആണോ? അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. നിങ്ങൾക്ക് ഇപ്പൊ പഴയ പോലെ ഒന്നും ഡ്രോൺ ഒക്കെ പറത്താൻ പറ്റുമോ? ഇല്ല. പഴയ പോലെ ഒന്നും നമുക്ക് ഡ്രോൺ പറത്താനൊന്നും പറ്റത്തില്ല. അപ്പോ അതിനൊക്കെ അപ്രൂവലും കാര്യങ്ങളും ഒക്കെ എടുക്കണം. അപ്പൊ ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു ഡ്രോണാണ് ഇന്ദ്രജാൽ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നാട്രാക്സ് എന്ന് പറയുന്നത് എന്താണ് നാട്രാക്സ്? നാട്രാക്സ് എന്ന് പറയുന്നത് നാഷണൽ ഓട്ടോമോട്ടീവ് ട്രാക്സ് ഇസ് ദ ഹൈ സ്പീഡ് ട്രാക്ക് locates in Indore. It is the longest such track in Asia. It is an 11.3 kilometer long. It is also the world's first high-speed test track. It is built under National Automotive Testing and Research and Development Infrastructure Project. NATRAX is one-stop solution for all sort of high-speed performance tests for widest categories of vehicles from two-wheelers to heavy tractor trailers. നമുക്ക് ഇന്ത്യയിലെ റോഡിലൂടെ ഒന്നും ഒരു പരിധി കവിഞ്ഞ സ്പീഡ് എടുത്തൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാക്കാണ് ഹൈ സ്പീഡിൽ നാട്രാക്സ് എന്നറിയപ്പെടുന്നത്. സാരാൾ സഞ്ചാർ പോർട്ടൽ. Department of Telecommunications has expanded Saral Sanchar portal. Saral Sanchar is a web-based portal for issuing various type of licenses and registration certificates. The following types of licenses: unified license, virtual network operator, WPC licenses. ഇതൊക്കെയാണ് അതിൽ വരുന്നത്. Enforcing Contracts Portal. Department of Justice, Ministry of Law and Justice has launched the Enforcing Contracts Portal. It is envisioned to be a comprehensive source of information pertaining to the legislative and policy reforms being undertaken on the enforcing contracts parameters. Enforcing contracts മായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകുന്ന ഒരു വെബ് പോർട്ടലാണ്. ഇന്ത്യൻ ഓഷ്യൻ നേവൽ സിമ്പോസിയം ഈയിടെ നടന്നു. ഫ്രഞ്ച് നേവിയും ആണിത് ഹോസ്റ്റ് ചെയ്തത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതൊരു വോളണ്ടറി ഇനിഷ്യേറ്റീവാണ്. ഇതിൽ 24 രാജ്യങ്ങളുണ്ട്. സോ പലപ്പോഴും നമുക്കറിയാം 8 രാജ്യങ്ങൾക്ക് ഒബ്സർവേഷൻ സ്റ്റാറ്റസ് ഉണ്ട്. ഇന്ത്യൻ ഓഷ്യനിലെ ഇഷ്യൂസ് ആണ് ചർച്ച ചെയ്തത്. നാഷണൽ ഡോക്ടർ ഡേ, ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയുടെ ബർത്ത് ആനിവേഴ്സറിയാണ്. ആരാണ് ഡോക്ടർ റോയ്? അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ഓഫ് ബംഗാൾ ആയിരുന്നു. He played a greater role in establishing many medical institutions. Dr. B.C. Roy, Bidhan Chandra Roy, first medical consultant in the subcontinent of India. Bharat Ratna confer ചെയ്തിട്ടുണ്ട്. ബാഗ്രാം എയർബേസ്, അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം എയർഫോഴ്സ് അവർ ലെഫ്റ്റ് ചെയ്തു. വാർ അഗൈൻസ്റ്റ് മിലിറ്റൻസ്, 20 വർഷമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചു. ഇനി ഞങ്ങൾ യുദ്ധത്തിനില്ല, ഞങ്ങൾ ഇനി നയതന്ത്രത്തിനേ ഉള്ളൂ എന്ന് ജോ ബൈഡൻ പറഞ്ഞിട്ടുണ്ട്. ബഗ്രാം എന്ന് പറയുന്ന ആൻഷ്യൻ സിറ്റിയുടെ അടുത്താണ്. ലാസ്റ്റ് ഐസ് ഏരിയ ഇത് നോർത്ത് ഗ്രീൻലാൻഡിലാണ്. അത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങി പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ. ഗ്ലോബൽ വാർമിംഗ് ആണ് ഇതിന് കാരണമായിട്ട്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇത് ബൈ ആനുവലി പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. വാൽമീകി ടൈഗർ റിസർവ് വളരെ പ്രധാനപ്പെട്ടതാണ്. റിസർവ്സ് എല്ലാം എഴുതാൻ തുടങ്ങിയോ? ഇതൊക്കെ എഴുതിയാൽ തന്നെ ഒരു ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ഇന്ത്യയുടെ അസൈൻമെന്റ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് 15 ചോദ്യം പ്രിലിംസ് 100% പറയാം. 15 ചോദ്യം നിങ്ങൾ ഈസി ആയിട്ട് അതിൽ നിന്ന് തന്നെ ഞാൻ നോളജ് വെച്ച് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യാൻ പറയുന്നത്. നിങ്ങളത് ചെയ്യുക. ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് വൾച്ചേഴ്സ് ഇൻക്ലൂഡിങ് ഈജിപ്ഷ്യൻ വൾച്ചർ, ഗ്രീഫോൺ വൾച്ചർ, ഇതൊക്കെ ഇവിടെ ഉണ്ട്.
Valmiki Tiger Reserve forms the easternmost limit of the Himalayan Terai forest in India. Indian flying foxes can be sighted here. അപ്പൊ അവിടുത്തെ ജീവജാലങ്ങൾ ഏതാന്നൊക്കെ നോക്കണം കേട്ടോ. ഇന്ത്യയില് 9 തരം വൾച്ചേഴ്സ് ഉണ്ട്. ഓറിയന്റൽ വൈറ്റ് ബാക്ക്, ലോങ് ബിൽഡ്, സ്ലെൻഡർ ബിൽഡ്, ഹിമാലയൻ, റെഡ് ഹെഡഡ്, ഈജിപ്ഷ്യൻ ബിയർഡഡ്, സിനോറസ്, യൂറേഷ്യൻ ഗ്രിഫ്. ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ്. Department for Promotion of Industry and Internal Trade, Ministry of Commerce and Industry has initiated a project on open network for digital commerce. The task has been assigned to Quality Council of India. The White Flag campaign in Malaysia. White Flag campaign എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ബന്ദരുപ്പുട്ടി മൂവ്മെന്റ് എന്നറിയപ്പെടും. ലോ ഇൻകം ഫാമിലീസ് ആണ് തുടങ്ങിയത്. ഈ ഫിനാൻഷ്യൽ ക്രഞ്ചിൽ അവരുടെ ബുദ്ധിമുട്ട് അറിയിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഹങ്കർ അല്ലെ വിഷമമുള്ള ആളുകൾ എന്ത് ചെയ്യും? ഒരു വൈറ്റ് ഫ്ലാഗ് അല്ലെ ഒരു വെള്ള തുണി വീടിന്റെ പുറത്തിടും. അതിന്റെ ഉദ്ദേശം എന്താണ്? they need help. ഇത്ര ഉദാത്തമായ കാര്യമാണ് അല്ലേ? അപ്പൊ നെയ്ബേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? they can go and help them. ആണോ? യെസ് ഓർ നോ? ഇപ്പൊ നിങ്ങൾ ഈ സസ്പെൻഡഡ് കോഫി എന്നൊക്കെ കേട്ടിട്ടില്ലേ? സസ്പെൻഡഡ് കോഫി എന്താണ്? സസ്പെൻഡഡ് കോഫി ചില ഹോട്ടൽസിൽ അവിടെ നമ്മുടെ ഈ കാശുണ്ട്, നമ്മൾ ഒരു കാപ്പി കുടിച്ചിട്ട് വേറെ ഒരു 3 കാപ്പിയുടെ കാശ് ചിലപ്പോൾ അവിടെ കൊടുക്കും, ഹോട്ടലിൽ കൊടുക്കും, എക്സ്ട്രാ കൊടുക്കും. എന്നിട്ട് അവരോട് പറയും, എന്താ പറയുന്നത്? ആരെങ്കിലും കോഫി ആവശ്യം, ഇത് സസ്പെൻഡഡ് കോഫി അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. ആരെങ്കിലും കോഫി ആവശ്യമായിട്ടുള്ളവരുണ്ട്, അവര് വരും. അപ്പൊ അവര് ഔദാര്യമല്ല, ഇറ്റ് ഈസ് ഓൾറെഡി പെയ്ഡ്. സസ്പെൻഡഡ് കോഫി ഉണ്ടോ എന്ന് ചോദിക്കും. എന്ത് ചെയ്യും? അവര് വന്ന് ആ കാപ്പി കുടിച്ചിട്ട് പോകും, അല്ലെ ബ്രേക്ക്ഫാസ്റ്റ് കുടിച്ചിട്ട് പോകും. അങ്ങനത്തെ ഒരു ഏർപ്പാടുണ്ട്. നമ്മൾ ചോദിക്കും, കാശ് കൊടുക്കാതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി എങ്ങനെ വരുമോ എന്ന് ചോദിക്കും. അങ്ങനൊന്നുമില്ല. യൂറോപ്പിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് മിക്കവാറും വലിയ കോഫി ഷോപ്സിലൊക്കെ അല്ലെ ബേക്കറികളിൽ പോലും ഒരു കൗണ്ടറിൽ ഒരു സ്റ്റാഫേ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ പറയുന്നതാണ് അവർ ബില്ല് ചെയ്യുക. അവര് അത്ര വിശ്വാസത്തിലാണ്, പരസ്പര വിശ്വാസത്തിലാണ് കാര്യങ്ങൾ. അപ്പൊ ഈ വൈറ്റ് ഫ്ലാഗ് ക്യാമ്പയിൻ മലേഷ്യയിൽ തുടങ്ങിയത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. കോവിഡ് കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു ക്യാമ്പയിൻ. അപ്പൊ അത് വളരെ നല്ല ഒരു ഇനിഷ്യേറ്റീവാണ്. എന്താണെങ്കിലും അത് ഗുണകരമാണ് അല്ലെ? ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് സമൂഹത്തില് വീക്കായിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നത്. ഗ്രാൻഡ് എത്തോപ്യൻ റിനേസൻസ് ഡാം, ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ബെനിഷാങ്കുൾ ഗുമൂസ് റീജിയൻ, എത്തോപ്യ. മിലേനിയൻ ഡാം എന്നറിയപ്പെട്ടിട്ടുണ്ട് ഈ ഡാം. ബ്ലൂ നൈൽ റിവറിലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബ്ലൂ നൈൽ റിവർ എവിടെയാണ് എന്നുള്ളത് ഗൂഗിൾ എർത്ത് എടുത്തിട്ട് നോക്കുക. ആഫ്രിക്കയുടെ ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ആയിട്ടായിരിക്കും. വാട്ട് ഈസ് റിവെഞ്ച് ടൂറിസം? റിവെഞ്ച് ടൂറിസം ഈസ് ഹിറ്റിംഗ് ഇന്ത്യൻസ്. ചൈനീസ് കോൺസെപ്റ്റ് ആണ് റിവെഞ്ച് സ്പെൻഡിങ് എന്ന് വെച്ചാൽ എന്താണ്? അവര് ഒരു എക്സ്പ്ലോഷൻ കൺസ്യൂമർ സ്പെൻഡിങ് വരുമ്പോൾ അവർ റെസ്ട്രിക്ഷൻസ് ആയിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ട്രാവൽ ബാൻ ഇപ്പൊ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. Revenge travel or revenge tourism stems from a feeling of wanting to break free from the monotonous life of lockdowns. It is a product of another phenomenon called lockdown fatigue. എന്നുവെച്ചാൽ എന്താണ്? ഇവിടെ എന്താ കാര്യം എന്ന് ചോദിച്ചാല്, ഇപ്പൊ ആളുകൾ വീട്ടിനകത്തിരിക്കുകയല്ലേ, ആളുകൾ സ്പെൻഡിങ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോ സ്പെൻഡ് ചെയ്യണം, യു ഹാവ് ടു ഗോ ഔട്ട്, എന്നാലേ മണി സർക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ചൈനീസ് കോൺസെപ്റ്റ് ആയിരുന്നു 80കളിൽ. കൺട്രി എന്ത് ചെയ്യും? ഒത്തിരി റെസ്ട്രിക്ഷൻ വെച്ച് കഴിയുമ്പോൾ അതിനുശേഷം ആളുകൾ സ്പെൻഡ് ചെയ്യുന്ന കൂട്ടും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ വീട്ടിൽ 1-2 വർഷമായിട്ടൊക്കെ ഇരുന്ന് ബോറടിച്ചു കഴിയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ഫ്രീ ഫ്രം മൊണോട്ടണസ് ലൈഫ് ത്രൂ വാട്ട്? എങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം? നമ്മൾ ടൂറൊക്കെ പോയി, അപ്പൊ ആ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യും. ഇതിനെ ലോക്ക്ഡൌൺ ഫാറ്റിക് എന്നും പറയാറ്. നവിഗവോൺ നസാരിക ടൈഗർ റിസർവ്, ഇതൊന്നും അധികം നമ്മുടെ പേര് കേൾക്കാത്ത റിസർവ് ഒക്കെയാണ് ചിലപ്പോൾ UPSC ചോദിക്കുന്നത് കേട്ടോ.
ബ്ലാക്ക് പാന്തർ അല്ലെങ്കിൽ ഒരു മെലാനിസ്റ്റിക് ലെപ്പോർഡ്, അതിനെ ഈ നാവിഗോവോൺ നാഗ്സിറ ടൈഗർ റിസർവ് മഹാരാഷ്ട്രയിൽ നിന്ന് കണ്ടുപിടിച്ചു. നാവിഗോൺ നാഷണൽ പാർക്ക്, നാവിഗോൺ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇതിന്റെയൊക്കെ അടുത്താണ്. നാഗ്സിറ വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ ന്യൂ നാഗ്സിറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൊക്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ അടുത്തടുത്തുള്ളതാണ്. കന്ന ഇവർക്ക് കണക്ടിവിറ്റി ഉണ്ട് മറ്റ് ടൈഗർ റിസർവ്സുമായിട്ട്. മധ്യപ്രദേശിലെ, മഹാരാഷ്ട്രയിലെ അന്ധേരി ടൈഗർ റിസർവ്, ഇന്ദ്രാവതി ടൈഗർ റിസർവ് ഒക്കെ ആയിട്ട് കണക്ടിവിറ്റി. ബാലിയ വീറ്റ്, ഇതൊരു GI ടാഗ് കിട്ടിയതാണ്. ബാലിയ കേട്ടോ, ഇതൊരു ഗോതമ്പാണ്. ഇത് കെനിയയിലേക്കും ശ്രീലങ്കയിലേക്കും ഒക്കെ ഗുജറാത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു. ഖാദി പ്രാകൃതിക്, ഇന്ത്യയുടെ ഫസ്റ്റ് പെയിന്റ് കൗഡൻ, ചാണകത്തിൽ നിന്നുണ്ടാക്കിയ പെയിന്റ് ആണ് ഖാദി പ്രാകൃതിക് എന്നറിയപ്പെടുന്നത്. യൂണിയൻ MSME മിനിസ്റ്റർ നിതിൻ ഗഡ്കരിയാണ് ഖാദി പ്രാകൃതിക് പെയിന്റിന്റെ എന്താണ് അംബാസിഡർ. ഫാർമേഴ്സിന്റെ ഇൻകം കൂട്ടും, സെൽഫ് എംപ്ലോയ്മെന്റ് ഉണ്ടാക്കുമല്ല ഖാദി പ്രാകൃതിക് പെയിന്റ്. അപ്പൊ അതും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് ഓക്കെ. അപ്പൊ നിങ്ങളൊക്കെ വീടൊക്കെ പെയിന്റ് അടിക്കുകയാണ്, ഇനി ഇതൊക്കെ വാങ്ങി പെയിന്റ് ഒക്കെ അടിച്ചാൽ മതി. അപ്പൊ ഇതൊക്കെ വേറെ ലക്ഷമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് സംഗതികൾ വരുന്നുണ്ടല്ലോ. ഈ ടൈപ്പുള്ള പല സംഗതികളും വരുന്നുണ്ട് നാച്ചുറൽ ആയിട്ട്. സിസ്റ്റം ഫോർ പെൻഷൻ അഡ്മിനിസ്ട്രേഷൻ, അതാണ് സ്പാസ് എന്നറിയപ്പെടുന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. DB ജെൻവോക് വേൾഡിന്റെ ഫസ്റ്റ് ഡാറ്റാബേസ് ആണ്. ജെനോമിക് വേരിയൻസ് ഓഫ് ഓറൽ ക്യാൻസർ. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ DBT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെഡിക്കൽ ജെനോമിക്സ്. ഭൂമി പാണ്ഡുങ്ക, ഇത് കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് ആന്ധ്രാപ്രദേശിലെ കോയ ട്രൈബ്സ് ആരംഭിക്കുന്നു. For men, hunting is mandatory as part of the festival. Catch is distributed among all the families in the hamlet equally during a feast every evening. Kaya tribe of Andhra Pradesh. Himalayan yaks, National Research Center on yak at Dirang in West Kameng district, Arunachal Pradesh, has tied up with the National Insurance Company Limited for insuring their livestock. Insurance policy would shield the yak owners against the risk of posed by weather calamities, diseases. Himalayan yakine കണ്ടിട്ടുണ്ടോ? നല്ല നല്ല മിനുസമുള്ള രോമമാണ് അല്ലേ? നല്ല ഫോട്ടോ ഒക്കെ എടുക്കും, അതിന്റെ പുറത്തൊക്കെ കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പോൾ ട്രാൻസിറ്റ് മിസ്ഹാപ്പ്, സർജിക്കൽ ഓപ്പറേഷൻ, ഇതിനൊക്കെ കവറേജ് കിട്ടുക. കോൾഡ് ടെമ്പറേച്ചറിൽ ജീവിക്കും. -40 ഡിഗ്രീസിന് യാക്സിന് പോകാൻ പറ്റും. നൊമാഡിക് കമ്മ്യൂണിറ്റീസ് ഇതിൽ ഉണ്ട്. ഒന്ന് ചങ് പാസും ഡോഗ് പാസും ലഡാക്കിലുള്ളതാണ്. സിക്കിം, ഹിമാചൽ പ്രദേശ്, ഇവർ ഈ യാക്കിനെ നോക്കും. യാക്ക് പൊതുവെ വൾണറബിൾ ആണ്. ഈ യാക്ക് 24.7% ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിലും അരുണാചലിലും സിക്കിമിലും ഒക്കെയാണ് നമുക്ക് യാക്കിനെ കൂടുതൽ കാണാൻ പറ്റും. ഇന്ത്യ ഇൻഡസ്ട്രിയൽ ലാൻഡ് ബാങ്ക് ഒരു പോർട്ടലാണ്. ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതിൽ നിന്ന് കിട്ടും. ഇൻവെസ്റ്റേഴ്സിന് പെട്ടെന്ന് ലാൻഡ് ഒക്കെ അവർക്ക് ഏറ്റെടുക്കണേ, അവർക്ക് ഇങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും. ലമരു എലിഫന്റ് റിസർവ് ഛത്തീസ്ഗഡിലാണ്. 2005 പ്രപ്പോസ് ചെയ്ത് സെൻട്രൽ അപ്രൂവലായി. പുതിയ ഒരു റിസർവ് ആണ്. ഇത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്ലൂയം ഭരറ്റിയൻസിസ് ഒരു മോസ് ആണ്, അന്റാർട്ടിക്കയിലുള്ള നേറ്റീവ് മോസ് സ്പീഷീസ് ഇൻ അന്റാർട്ടിക്ക. ആഫ്റ്റർ ഇന്ത്യ ആൻഡ് ഇന്ത്യസ് അന്റാർട്ടിക് സ്റ്റേഷൻ ഭാരതി, അതിന്റെ പേര് കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള സ്റ്റേഷനാണ് ഭാരതി എന്ന് മനസ്സിലാക്കുക. ഇന്ത്യൻ അന്റാർട്ടിക് മിഷന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് ഒരു പ്ലാന്റ് സ്പീഷീസ് ഡിസ്കവർ ചെയ്യുന്നത്. ഓണററി കോൺസുലർ ജനറൽസ് SN Srinivasa Murthy, based in Bangalore, has been appointed as
Honorary Consular General of Vietnam for Canada. First Honorary Consular. Diplomatic mission കൂടെ തന്നെ എക്കണോമിക് ആൻഡ് കൾച്ചറൽ റിലേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാനം കൊടുക്കുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് ക്രിപ്റ്റോഗാമിക് ഗാർഡൻ അതെവിടെയാണ്? ഡെറാഡൂണിൽ ഇനാഗുറേറ്റ്. 50 സ്പീഷീസ് ഓഫ് ലിച്ചൻസ്, ഫേൺസ് ആൻഡ് ഫംഗെ അവിടെയാണ്. ഇതാണ് പൊതുവെ ക്രിപ്റ്റോഗാമി എന്നറിയപ്പെടുന്നത്. പൊല്യൂഷൻ കുറവാണ്, മോയിസ്റ്റ് കണ്ടന്റ് ധാരാളം. ക്രിപ്റ്റോഗ്രാംസ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. ക്രിപ്റ്റോഗ്രാംസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 sub kingdoms known as cryptogams and phanerogams. Cryptograms consist of seedless plants and plant-like organisms, whereas phanerogams consist of seed-bearing plants. അപ്പൊ ഇങ്ങനെ ഇത് ഈ സബ് ഗ്രൂപ്പിംഗ് കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത കാരണം കൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യവും കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. The word cryptogamy implies hidden reproduction, referring to the fact that they do not produce any reproductive structure, seed or flower. A cryptogram is a plant that reproduces with the help of spores. പരാഗങ്ങൾ വഴിയായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. ഇന്റർനാഷണൽ ട്രേഡ് ഫിനാൻസ് സർവീസസ് പ്ലാറ്റ്ഫോം ട്രേഡ് ഫിനാൻസസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നൽകുന്നത്. ഫ്രെയിംവർക്ക് വിൽ എനേബിൾ എക്സ്പോർട്ടേഴ്സ് ആൻഡ് importers to avail various types of trade finance facilities at competitive terms. കൻവാർ യാത്ര ഇതൊരു ഹിന്ദു കലണ്ടറിൽ ശ്രാവണ മാസത്തിലുള്ളതാണ്. സാഫ്രോൺ ക്ലാഡ് ശിവ ഡിവോട്ടീസ് എവിടെ പോകും? ബെയർഫുട്ട് ആയിട്ട് ഹോളി വാട്ടർ ഒക്കെ എടുത്തിട്ട് ഹോളി റിവേഴ്സിൽ ഡിപ്പ് ചെയ്യും. Water is used by the pilgrims to worship Shiva lingas at shrines of importance. Devotees carry the pitchers of holy water in their shoulders, balanced on decorated slings known as canvas. Gangetic Plainil ഇത് വളരെ പോപ്പുലർ ആണ്. കവാഡി ഫെസ്റ്റിവൽ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് നോർത്ത് ഇന്ത്യ. അതുപോലെ തമിഴ്നാട്ടിലും ഉണ്ട്, ലോർഡ് മുരുകയുടെ വർഷത്തിന് വേണ്ടിയിട്ട്. ഇത് സിമിലർ ആണ്. കൻവാർ യാത്രയുടെ പോലെയുള്ള ഒരു ഫെസ്റ്റിവലാണ് തമിഴ്നാട്ടിൽ നടക്കുന്നതാണ് കാവടി ഫെസ്റ്റിവൽ. ഈ കാവടി പോലുള്ള ഒരു പരിപാടിയാണ് കൻവാർ യാത്ര എന്ന് മനസ്സിലാക്കുക. കൊങ്കുനാട് is neither a place with a pin code or nor a name given formally to any region. ഇത് വെസ്റ്റേൺ തമിഴ്നാടാണ്. തമിഴ് ലിറ്ററേച്ചറിൽ ആൻഷ്യൻ തമിഴ്നാട്ടിലെ 5 റീജിയൻസിൽ ഒന്നായിട്ട് പറയുന്നു. അപ്പൊ ഇപ്പൊ അവര് ആവശ്യപ്പെടുന്ന ഒരു സെപ്പറേറ്റ് ടെറിട്ടറി ആവശ്യപ്പെടുന്നുണ്ട്. കൊങ്കുനാട് ജില്ലയൊക്കെ ആവശ്യപ്പെടുന്നു. കൊങ്കു വെള്ളാള ഗൗണ്ടർ എന്ന് പറയുന്ന ഒരു OBC കമ്മ്യൂണിറ്റി ഇവിടെ ധാരാളമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. കീമോടാക്സിസ് എന്താണ്? ഇത് കീമോടാക്സിസ് എന്ന് പറയുന്ന മൈക്രോബയോളജിയിൽ refers to the migration of cells toward attractant chemicals away from repellents. Somatic cells, bacteria and other single cell multicellular organisms direct their movements according to certain chemicals in their environment. This is important for bacteria to find food by swimming toward the highest concentration of food molecules. International Cooperation and Convention Center, Rudrakash, Varanasi, recently inaugurated Japan Assistance. Youth Skill Day, 15 July, we celebrate Youth Skill Day.
അപ്പൊ വേൾഡ് യൂത്ത് സ്കിൽ ഡേയിലെ പ്രത്യേകത എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 4 അത് പറയുന്നു എൻഷുർ ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊമോട്ട് ലൈഫ് ലോങ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ. റീ ഇമാജിനിങ് യൂത്ത് സ്കിൽസ് പോസ്റ്റ് പാൻഡമിക് എന്നാണ് തീം. കിസാൻ സാരഥി ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഫാർമേഴ്സിന് റൈറ്റ് ടു ഇൻഫർമേഷൻ റൈറ്റ് ടൈമിൽ അവരുടെ ഭാഷയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഉമാങ് ആപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സിംഗിൾ ആപ്പാണ്. നമുക്ക് 1251 സർവീസസ് ഈ ഒരൊറ്റ ആപ്പ് കിട്ടും. ഇത് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. ഈ ഗവേണൻസിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് ഉമാങ് ആപ്പ്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. മെയിൻസിലൊക്കെ നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാം. 1251 സർവീസ്, 257 ഡിപ്പാർട്ട്മെന്റ്, 32 സ്റ്റേറ്റ്, 20,280 യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് സർവീസസ്, സ്കൂൾ ഇന്നോവേഷൻ അംബാസഡർ ട്രെയിനിങ് പ്രോഗ്രാം, ഓൺലൈൻ മോഡലിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. കദാംബിനി ഗാംഗുലി UPSC നേരത്തെ ചോദിച്ചതാണ്, ഇത്തവണ മിക്കവാറും വരും. ആരാണ്? ഈ ഗൂഗിളിന്റെ ബാക്കി ചില ഫോട്ടോസ് വരും. അങ്ങനെ ഒരു ഫോട്ടോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗൂഗിള് ജൂലൈ 18-ന്. കദാംബിനി ഗാംഗുലി എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ വിമൻ ഡോക്ടറാണ്. അത് ഡൂഡിൽ വന്നു, സ്പെഷ്യൽ ഡൂഡിൽ. അങ്ങനെ വരുന്നവരുടെ എല്ലാം നിങ്ങൾ നോക്കിക്കണം. ഒരു ബ്രാഹ്മണ ഫാമിലിയിലാണ് ജനിച്ചത്. ചന്ദ്രമുഖി ബസ് അവര് ആദ്യത്തെ ഫീമെയിൽ ഗ്രാജുവേറ്റ് ആണ്, ഫ്രം ബദാം കോളേജ് ഓഫ് കൽക്കട്ട. ഇവർ രണ്ടുപേരും പ്രധാനപ്പെട്ട ആളുകളാണ് കേട്ടോ, വുമൻസ് റൈറ്റ്സിന് വേണ്ടി നിലകൊണ്ട ആളുകളാണ്. ബാക്കി നാളെ നമുക്ക് എടുക്കാം. അപ്പോൾ വെള്ളിയാഴ്ച കൊണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മൺഡേ കംപ്ലീറ്റ് ചെയ്യാം. 10 മണിക്ക് ഹിന്ദു പത്രം എങ്ങനെ വായിക്കണം, കറണ്ട് അഫയേഴ്സ് എങ്ങനെ നോട്ട് തയ്യാറാക്കണം, ഇത്തരത്തിലുള്ള നമ്മുടെ ഗ്രൂമിംഗ് സെഷൻ പുതിയ ബാച്ചിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവും. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഇന്ത്യൻ റെയിൽവേ സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഡോക്ടർ അരുൺ തോമസ്, അദ്ദേഹം നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ എത്തുന്നു. പ്രത്യേകിച്ചും GS മെയിൻ്റെ സയൻസ് ആൻഡ് ടെക് പാർട്ടൊക്കെ എങ്ങനെ വേണം ഇതിനെ കുറിച്ചൊക്കെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തരും. സെഷൻസിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഡിഗ്രി വിത്ത് സിവിൽ സർവീസിലുള്ളവർ ഡിഗ്രി ക്ലാസ്സുകളിലും കൃത്യമായിട്ട് കയറുക. താങ്ക് യു. Thank you, sir.